മൈക്ക് ഓൺ ചെയ്യാം. സാജംബർ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു തുടങ്ങാം. കേൾക്കാം. Hallelujah, glory Jesus, praise God. Hallelujah, hallelujah, hallelujah. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകിയ വേളയ്ക്കായി ഞങ്ങൾക്ക് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുക്കുവാനുമായ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് വീണ്ടും ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചെന്നതിനാ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരുന്ന സ്ഥാനത്തൊക്കെയും കർത്താവ് ഞങ്ങളെ അത്ഭുതം അതിശയകരമായി പരിപാലിച്ചു. ഇത്രത്തോളം ഞങ്ങളെ നടത്തി ദൈവസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവ അനർത്ഥങ്ങളൊന്നും ജീവിതത്തിൽ വ്യസനഹേതുവായി തിരുവനടിയാക്കാതെ ദൈവം പരിപാലിച്ച എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കള്, ഞങ്ങളുടെ ദൈവദാസന്മാര്, പ്രിയപ്പെട്ടവരൊക്കെയും ആയിരുന്ന സ്ഥാനത്ത് എല്ലാവരെയും പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. വീണ്ടും ദൈവമേ, ഞങ്ങൾക്ക് വൈപ്പിയായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ദൈവം സഹായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സ്തോത്രം. പ്രത്യാൽ പ്രിയ ദാസൻ ബ്ലസൻ മാമിനെ അവരനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസനെയും ബലപ്പെടുത്തണം. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ സഹായിക്കണം. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ കർത്താവ് സഹായിക്കണമേ. കടന്നു വന്നേരം എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ തലമുറകളെ കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ, അന്യഭാഷകൾ ദൈവത്തോട് സംസാരിപ്പാൻ, ദൈവകൃപകൾ ഏറ്റെടുപ്പാൻ, അവർ ദൈവകൃപയിൽ വളർന്നു വരുവാൻ കർത്താവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളുടെ അടികളെ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്തദാസനെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ വൈപ്പിയിലെ ടീമിനെ ദൈവകരങ്ങൾ തരുന്നു. അവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ജീസസ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കടന്നു വന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ബഹുമാനിയ കർത്തദാസൻ പ്രിയ ഡോക്ടർ ബ്ലസൻ മേമന, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നാട്ടിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും, ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാവർക്കും ത്രിയേക ദൈവനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഈ രാത്രി ഞങ്ങൾ അറിയിക്കുന്നു. ഈ ആഴ്ചയുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. ആഴ്ചയിലെ ഓരോ ദിനങ്ങളും ദൈവം നമ്മളെ അത്ഭുതകരമായ, അതിശയകരമായ ദൈവം നമ്മളെ നടത്തി. ദൈവം ചെയ്ത വിധങ്ങൾ നമുക്ക് ഒന്ന് ഓർക്കാം. നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻസ് വളരെ മോശമാണ്. ഇവിടെയും നാട്ടിലുമൊക്കെ വളരെ പ്രയാസകരമേറിയ അനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുക. നാട്ടിലാണെങ്കിൽ കോവിഡിന്റെ പ്രശ്നം, അതോടൊപ്പം വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളൊക്കെയും നാട്ടിലെ നമ്മളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നാട്ടിലെ നമ്മുടെ ആളുകളൊക്കെയും അത് നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമുക്ക് അനുഭവിപ്പാൻ ഇടവരണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കോവിഡ് വന്നതുകൊണ്ട് അതിനകത്ത് ചില നന്മയും ചില നല്ല വശങ്ങളും ചില മോശം വശങ്ങളും ഉണ്ട്. സ്തോത്രം. നല്ല വശങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അനേക നല്ല വശങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കൂട്ടായ്മ ബന്ധത്തിന്റെ ആഴം, അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുക. അതില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്കത് ഈ ദിവസങ്ങൾ അതിന്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ സ്തോത്രം, എന്താണ് ഏകാന്തത? മറ്റുള്ളവരെ കാണാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഏകാന്തത എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഏകാന്തത സമയത്തും കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. നമ്മളായിരിക്കുന്ന ഓരോ സ്ഥാനത്ത്, ഹല്ലേലൂയ, നമ്മൾ ആയിരിക്കുന്ന ഓരോ ഭവനങ്ങളിൽ എൻ്റെ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുകയാണ്. സ്തോത്രം. കർത്താവിനുള്ള സ്തുതിയും സ്തോത്രവും ഒക്കെയും അവിടെ മഹത്വപ്പെടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് രാത്രികാലം ഒരു ഗാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. സംഗീത ശുശ്രൂഷയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ ഇരുന്ന് ഒരു ഗാനം പാടുമ്പോൾ, അതേ സമയത്ത് നാട്ടിൽ എൻ്റെ മാതാപിതാക്കൾ ഒരുമിച്ച് നമ്മൾ പാടുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ നമ്മൾ ഒരുമിച്ച് നാട്ടിൽ നിന്ന് പാടുമ്പോൾ, വിവിധ ഇടങ്ങളിൽ ഒരേ വാചകത്തിൽ, ഒരേ സ്വരത്തിൽ, ഒരേ ട്യൂണിൽ, ഒരേ ഋതത്തിൽ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. എത്ര മഹത്തരമായ അവസ്ഥയാണ് നമുക്ക് ദൈവം തന്നത്. ഹല്ലേലൂയ. ഈ അവസ്ഥയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ മനസ്സ് കർത്താവിനോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിനോട് എത്രമാത്രം നമ്മൾ അടുത്തിരിക്കുന്നോ അത്രമാത്രം ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനിട വരും. സ്തോത്രം. ഒരു ചെറിയ ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
പ്രിയ ജോയലും ജാനറ്റും ഒരു പാട്ട് പാടും. അതിനുശേഷം മറ്റുള്ള പ്രോഗ്രാമിലേക്ക് കടക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.
സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ഓ നല്ല നാളിനാ കാത്തിരുമെൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിടുമെൻ സ്നേഹമെന്നെ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ താനോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെൻ യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിലതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദര യേശു എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേക സ്ഥലങ്ങളിൽ അനേകം പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മോടൊപ്പം. പ്രിയ ഡെനി ബ്രദറിന്റെ ഫാദർ പാസ്റ്റർ മാത്യു നമ്മോടൊപ്പമുണ്ട്. സ്തോത്രം. കാനഡയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങൾ. ഏവർക്കും കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. ബ്രദർ ഡോക്ടർ ബ്ലസൻ മേമനെ വീണ്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ എത്രത്തോളം സഹായിച്ചല്ലോ. പ്രിയ ദൈവമക്കളെ, സംഗീതമെന്ന് നമ്മൾ പറയുമ്പോൾ, ഗാനങ്ങളെന്ന് പറയുമ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കേണ്ടതുണ്ട്. സ്തോത്രം. അത് വെറുതെ ഒരു ട്യൂണോ ഋതമോ മാത്രമല്ല. സംഗീതം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന, മനഃപ്പാഠമായി അറിയാവുന്ന വാക്യങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഗാനങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണും. ഗാനങ്ങളുടെ വരികളാണ് നമ്മളെ പലപ്പോഴും സ്വാധീനിക്കുന്നത്. സ്തോത്രം. ഗാനങ്ങൾ കൂടി എന്താണ് നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത്? സ്തോത്രം. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ പതിയുന്നത് ഗാനത്തിൽ കൂടിയാണ്. പലപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ സത്യത്തിന്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന പലപ്പോഴും സംഗീതം അല്ലെങ്കിൽ ഗാനത്തിന്റെ വരികളിൽ കൂടിയായിരിക്കും കൂടുതൽ നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവിനുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഇതൊക്കെയും ഗാനത്തിൽ കൂടി നമുക്ക് ലഭിക്കും. സ്തോത്രം. ഡോക്ടർ ബ്ലസൻ മേമനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ്. സ്തോത്രം. ക്രൈസ്തവ കേരളയ്ക്ക് ഒരു പുതിയ സംഗീത വഴിത്താര ഒരുക്കി തന്ന പ്രിയ ദൈവദാസനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനങ്ങൾ എഴുതി അതിന് സംഗീതം കൊടുത്ത് അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ എല്ലാ കഴിവുകളും ഒരുമിച്ച് കൊടുത്ത ഈ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവദാസനൊപ്പം നമുക്ക് ഇന്ന് രാത്രികാലം കൂട്ടായ്മ ദൈവം തന്നതോർ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഈ പുതിയ തലമുറയിൽ
കർത്താവിനുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളെ വർണ്ണിക്കുന്ന അനേകം ഗാനങ്ങൾ തനിക്ക് എഴുതുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിത്യതയെ നമ്മുടെ ഉള്ളിൽ, നിത്യതയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ, നിത്യത സന്തോഷം നമ്മുടെ ഉള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് പകർന്നു കഴിയുന്ന അനേകം ഗാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ. സ്തോത്രം. പുതിയ താളലയങ്ങൾ, സ്തോത്രം, പുതിയ രീതിയിലുള്ള ആലാപന ശൈലി, ഇതൊക്കെയും ക്രൈസ്തവ കൈരളിക്ക് താൻ നൽകിയ സംഭാവനകളാണ്. സ്തോത്രം. എല്ലാ വർഷവും ക്രൈസ്തവ കൈരളിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള മുഖ്യധാര, സ്തോത്രം, നല്ല ക്രൈസ്തവ ഗായകരെയും ഗായക രചയിതാക്കളെയൊക്കെ YP ടീം ഇവിടെ കൊണ്ടുവന്ന്, സ്തോത്രം, നമ്മൾ അവരോടൊപ്പം കൂട്ടായ്മ നമുക്ക് ലഭിക്കാറുണ്ട്. സ്തോത്രം. ഈ വർഷം പ്രിയ ദേവദാസനെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. YP ടീമിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, സെക്രട്ടറി അഭിനന്ദിക്കുന്നു, ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ഡോക്ടർ ബ്ലസൻ മേമനയുടെ പാട്ടുകൾ, സ്തോത്രം, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എപ്പോഴും മിക്കവാറും ഒക്കെ നമ്മൾ മൂളിയെങ്കിലും പാടുന്നതാണ്. സ്തോത്രം. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ, സ്തോത്രം, നമുക്ക് ഒറ്റയ്ക്ക് പാടാൻ ചില ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും, സ്തോത്രം, അത് കേൾക്കുവാൻ അതിമനോഹരമാണ്. സ്തോത്രം. അത് പാടാൻ കഴിവുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ കല്യാണ വേദികളിൽ പലപ്പോഴും 4-5 ഗാനങ്ങളെ കേൾക്കത്തുള്ളായിരുന്നു. ഒരു 10-12 വർഷം മുമ്പ് വരെ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന മുമ്പ് ഒരു 4-5 പാട്ടുകളെ കല്യാണ സദസ്സുകൾ നമ്മൾ കേൾക്കത്തുള്ളായിരുന്നു. ഇന്ന് പുതിയ ഗാനങ്ങൾ, സ്തോത്രം, പ്രത്യേകിച്ച് പ്രിയ ദേവദാസൻ നൽകിയ ഗാനങ്ങൾ പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം പകരും. സ്തോത്രം. പ്രിയ ദേവദാസിനെ വീണ്ടും സഹായിക്കുമാറാകട്ടെ. എൻ്റെ ഒരു റിക്വസ്റ്റ് ദേവദാസിനോടുണ്ട്. സ്തോത്രം. അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ. സ്തോത്രം. നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, സ്തോത്രം, ആ വിശ്വാസ പ്രമാണങ്ങളെ മൊത്തം ത്രിയേക ദൈവം തൊട്ട്, സ്തോത്രം, ആ വിശ്വാസ പ്രമാണം നമ്മൾ വിശ്വസിക്കുന്ന സകലതും കോർത്തിണക്കിയുണ്ട് ഒരു ഗാനം എഴുതി അതിന് സംഗീതം നൽകി അവതരിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കും. സ്തോത്രം. നമ്മൾ പലതും നമ്മൾ കേട്ടു. ഉൽപ്പത്തി മുതൽ അവസാന വെളിപ്പാട് വരെ യേശു ക്രിസ്തു എങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം ഗാനത്തിൽ കൂടി നമുക്ക് ലഭിക്കുവാൻ ദൈവം ഇട നൽകി. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ ദൈവദാസനിൽ കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം ചില ഗാനങ്ങൾ അദ്ദേഹത്തിൽ കൂടി തന്നെ നല്ല സാക്ഷ്യങ്ങൾ, അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങൾ, വചനം, ഗാനങ്ങൾ എഴുതാനുള്ള സാഹചര്യങ്ങളൊക്കെയും അദ്ദേഹം ഇന്ന് വിവരിക്കും. അതിനുവേണ്ടി ദൈവം തന്നെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓവർ ടു യു ഡോക്ടർ ബ്ലസൻ മേമന. താങ്ക് യു. താങ്ക് യു ജോർജ് ബ്രദർ. താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്സ്. എല്ലാ നല്ല വാക്കുകൾക്കും ഒത്തിരി നന്ദി. ഞാൻ ആദ്യമേ പറയാം, കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ ഈ അനുഗ്രഹീത സമയം ആയിരിക്കുവാൻ എന്നോട് കരുണ തന്ന, അവസരം തന്ന ദൈവത്തിന് പ്രത്യേകം ഈ ആരംഭ സമയം എല്ലാ പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ദുബായ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ YP മീറ്റിൽ എനിക്ക് ഇൻവൈറ്റ് ചെയ്ത പ്രിയ ചേർച്ചിന്, പ്രത്യേകിച്ച് പ്രിയ ചേർച്ചിൻ്റെ പാസ്റ്റർ ബിജു ബി ജോസഫ് അവറുകൾ, പ്രിയ സെക്രട്ടറി നൈനാൻ സർ, അതുപോലെ ഈ YPക്ക് ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയ ജോജി ബാബു ബ്രദർ, YPയുടെ സെക്രട്ടറിയായി എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്ത പ്രിയ ഷാജു നൈനാൻ ബ്രദർ. ഞാൻ പലപ്പോഴും അവിടെ കടന്നു വന്നപ്പോൾ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത ഒത്തിരി പേര്, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും പല സ്നേഹിതരും ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നു എന്നറിയാം. നിങ്ങളെല്ലാവരും ഞാൻ വന്ദനം ചെയ്യുന്നു. താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഈവൻറ്റ്. ആൻഡ് ഒത്തിരി സ്നേഹിതരെ കാണുന്നു. എസ്പെഷ്യലി ഞാൻ പലപ്പോഴും അവിടെ കടന്നു വരുമ്പോൾ എൻ്റെ ശുശ്രൂഷയിലൊക്കെ ഒത്തിരി സപ്പോർട്ടായി ഹിതനായ ഒരു മ്യൂസീഷ്യൻ കൂടെയാണ് പ്രിയ ചർച്ചിൻ്റെ ഭാഗമായി പ്രിയ ജോബി ബ്രദർ, ലിൻഡ സിസ്റ്റർ, ലാര. ഞങ്ങൾ കുടുംബമായിട്ട് ഒത്തിരി സ്നേഹബന്ധം ഈ സമയം ഷെയർ ചെയ്യുന്നു. I greet you all in the name of Lord Jesus Christ. Especially I want to greet all my dear young friends and children who are attending this session along with your parents. ഈ YP മീറ്റ് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആരംഭ സമയം അനുഗ്രഹീതമായൊരു ഗാനം, ഞാൻ വെറുതെ പറയുകയല്ല പ്രിയ, ഞാൻ ആ ടൈറ്റിൽ ഇങ്ങനെ കണ്ടു, ജോയൽ ആൻഡ് ജയനറ്റ്. ഐ എം റൈറ്റ്? 2 പേരെയും ഞാൻ അഭിനന്ദിക്കുന്നു. യെസ്, സച്ച് എ സ്വീറ്റ് സിംഗിങ്. അത് വളരെ നന്നായിട്ട് പാടി. ഞാനിങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. യെസ്, അങ്ങനെ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ചർച്ചിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രിയ ചർച്ചിനെ അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നുള്ള സമയം ഒരുമിച്ച്
ദൈവസാന്നിധ്യത്തിലേക്ക്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. I know this is a special season, a quite unprecedented season that we all are facing. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കടന്നുപോയിട്ടില്ലാത്ത ഒരു സമയത്തിലൂടെ നാം കടന്നു പോവുകയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സംശയം കൂടാതെ ഒന്ന് ഉറപ്പാക്കാം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന് മാറ്റം വന്നിട്ടില്ല. പലതിനും മാറ്റം വന്നു, പല സാഹചര്യങ്ങൾക്കും വ്യത്യാസം വന്നു. പക്ഷെ നമുക്ക് ഒരുമിച്ച് മാതാപിതാക്കൾക്കും യൗവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുമിച്ച് പറയാം, എൻ്റെ യേശുവിന് ഒരു മാറ്റം വന്നിട്ടില്ല. ഹല്ലേലൂയ. ഹീ ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഈ ആരംഭ സമയം ഇതുപോലൊരു സീസണിൽ ദൈവം എന്നെ ബിൽഡ് ചെയ്ത ഒരു സമയമുണ്ട്. എൻ്റെ ജീവിതം ഒന്നുകൂടൊന്ന് സമർപ്പിക്കാനും കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കാനും ഒക്കെ മുഖാന്തരമായൊരു സമയം. അന്ന് എൻ്റെ ജീവിതം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇനി സുഖമുള്ള കാലത്തും കണ്ണുനീരിൻ്റെ നേരത്തും യേശുവേ അങ്ങ് മതി. യങ്സ്റ്റേഴ്സ്, ഞാൻ നിങ്ങളിൽ പലരുടെയും മുഖം കാണുന്നില്ല. പക്ഷെ ലെറ്റ് മീ ടെൽ യു ദിസ് സോങ്. യെസ്, കുറച്ച് കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നു. യെസ്, God has blessed me with this song, especially to build up my faith and my spiritual life when I was going through a season of crisis. But I must say, he was so kind to me, so gracious to me. And that was a perfect start in my spiritual life. It happened during my college days, where I resurrendered my life again and I said, Lord, from today onwards, whether it's going to be good times or it's days of tears or all the struggles, Jesus, I want to say one thing. You are more than enough for me. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ആ വാക്കൊന്ന് പറയാം. പ്രായവ്യത്യാസമില്ലാതെ സുഖമുള്ള കാലത്തും കണ്ണുനീരിൻ്റെ നേരത്തും യേശുവേ അങ്ങ് മതിയെന്നൊന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരുമിച്ച് പങ്കുചേരാം. ഹൃദയമെല്ലാം തുറന്നേ. താങ്ക് യു അപ്പാ. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, യേശു എന്നെ നന്നായി അറിയുന്നവൻ യേശു, യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്നോട് ചേർന്ന് പറഞ്ഞപ്പാ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും. സാക്ഷിയുള്ള എല്ലാവരും കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചു പാടി. എൻ്റെ സ്നേഹിതൻ, എൻ്റെ സ്നേഹിതൻ, ഹല്ലേലൂയ. യേശു എൻ്റെ പ്രാണപ്രിയൻ, ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യെസ് ലോർഡ്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. I will not leave you as orphans. That's his promise. ആ വാഗ്ദത്തത്തെ നമുക്ക് മുറുകെ പിടിക്കാം. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറില്ല. യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സാക്ഷിയുള്ള എല്ലാവരും പറഞ്ഞപ്പാ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും
യെസ് യെസ്. കരങ്ങളൊക്കെ ഉയർത്തി അപ്പായും അമ്മായും കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് വിളിച്ച് യേശുവേ, എന്റെ സ്നേഹിതനാണ്, എന്റെ സ്നേഹിതൻ യേശുവേ, യേശു എന്റെ പ്രാണപ്രിയൻ. That's right. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് അപ്പാ ഒരു സംശയമില്ല, അങ്ങ് മാത്രം മതി. അനുഭവമുള്ളവർ പറഞ്ഞപ്പാ, സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. മനസ്സ് തുറന്നു എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, the one who knows you inside out. എന്നെ നന്നായി അറിയുന്നവൻ യേശു, യേശു. സുഖമുള്ള കാലത്ത്, സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. Yes. Even in my good times, even in my tears, I only need you, Jesus. Lift your voice and cry unto him, Jesus, Jesus. യേശുവേ, യേശു. കഴിയുന്നിടത്തോളം ശബ്ദമൊന്ന് ഉയർത്തി നിങ്ങളായിരിക്കുന്ന മുറികളിൽ, yes, wherever you are, just lift your voice and lift the name of Jesus. യേശു, ആ നാമം ഉയരട്ടെ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു, സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. Yes. യേശു മാത്രം മതി. Hallelujah. Jesus, you are more than enough for me. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഒരുമിച്ച് കൂടി പാടുന്ന ആ സമയം പോലെ തന്നെ ഇന്ന് രാത്രിയിലും വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭത്തിൽ പ്രിയ ജോർജ് ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചത് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു കൺഫർമേഷനുണ്ട്. ഞാൻ ആ യേശുവെ എന്നൊക്കെ വിളിച്ചത് ചിലപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നമുക്ക് പാടാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. നമ്മൾ പാടുമ്പോൾ ഒത്തിരി ഒന്ന് സൗണ്ട് ഇടറിയാലും ശബ്ദം ഒന്ന് ഇടറിയാലും അതിൻ്റെ മധുരത്തെക്കാൾ ഉപരി ഹൃദയം നിറഞ്ഞ് അപ്പാന്ന് വിളിക്കുന്നത് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം നമുക്ക് ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നില്ല. പക്ഷേ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെ, യങ്സ്റ്റേഴ്സ്, ഡോണ്ട് ലിമിറ്റ് യുവർ വർഷിപ്പ്, ഓപ്പൺ യുവർ ഹാർട്ട്. അത് മാത്രം ചെയ്താൽ മതി. ഹൃദയമൊന്ന് തുറന്നാൽ ഇന്ന് രാത്രിയിലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മളിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പാട്ടുകൾ പാടാം, എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയ്ക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്ന ഒരു വചനം ഞാൻ നിങ്ങളുമായിട്ട് ആരംഭ സമയം ഒന്ന് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. 2 Timothy chapter 2 verse 1. എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. You therefore, my son, be strong in the grace that is in Christ Jesus. എൻ്റെ മകനെ. ഇതൊരു YPയുടെ മീറ്റാണല്ലോ. മക്കളുമാരൊത്തിരി പേരുണ്ട്, കൂട്ടുകാരൊത്തിരി പേരുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ആ വിളി വളരെ പേഴ്സണലാണ്. മോളെ, മോനെ എന്ന് വിളിച്ച് നിങ്ങളുടെ അപ്പായും അമ്മായും നിങ്ങളോട് മിണ്ടുന്നത് പോലെ ഇന്ന് രാത്രിയിൽ യേശുവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്.
Children, are you listening to me? Yes. Sometimes, even though your parents are really in a specific moment, it's the most important thing comes, they really call your name out and ask you to do something. Just like that, Jesus in the Word of God is calling out, dear son, ende priya magane. Yes, my son, be strong in the grace that is in Christ Jesus. നീ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഞാൻ ദൈവദാസന്മാരെ, അഭിഷിക്തരെ ഒത്തിരി പേര് കാണുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. YP-യിലുള്ള എല്ലാ യങ്സ്റ്റേഴ്സും കേൾക്കുക. This epistle is written to a youngster named Timothy. ഒരു യൗവനക്കാരനായ തിമത്യോസിന് എഴുതിയ ലേഖനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് രാത്രിയിൽ ഇന്ന് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചിലരോട് കൺവേ ചെയ്യുന്ന പോലെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഒരു മെൻറ്ററായ പൗലോസ്, അപ്പോസ്തലൻ പൗലോസ് തിമത്യോസിനോട് പറയുകയാണ്, മോനെ നീ ശക്തിപ്പെടണം, നീ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടണം. These days we all listen to the word strength, and I see many doctors over here, many health professionals over here. So these days we talk more about physical strength. Am I right? Because at the end of the day, immunity matters, physical strength matters. That's how people resist a bad situation or health condition nowadays. But today, the Spirit of the Lord wants to speak to you about your spiritual strength. നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും, ഇച്ചിരിയും കൂടെ ഒന്ന് സ്ട്രോങ് ആവാനുണ്ട്, ബോഡി വീക്കാണെന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കൈ ഒന്ന് വച്ചു കൊടുത്താൽ നമ്മുടെ അകത്ത മനുഷ്യൻ്റെ ഉള്ള അവസ്ഥയെ അറിയുന്ന ഒരു വൈദ്യൻ ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അവിടുന്ന് അറിയുന്നു, നമ്മുടെ എത്രത്തോളം ശക്തി ഉണ്ടെന്ന് അവിടുന്ന് അറിയുന്നു. യങ്സ്റ്റേഴ്സ്, റിമെമ്പർ ദിസ്, you have an inner man deep within you, and the Spirit of the Lord is assessing your strength and speaking to you in such a way that, dear son, dear child, dear daughter, you need to gain more strength in the grace of Jesus Christ. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നിനക്ക് കുറച്ചുകൂടെ ശക്തി വേണം. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ഇന്ന് രാത്രിയിൽ അടുത്ത ഗാനങ്ങൾ പാടുന്നതിന് മുമ്പ് നമുക്ക് ഹൃദയം ഒന്ന് തുറന്ന് ഒരു വൈദ്യൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്നത് പോലെ കർത്താവിൻ്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കാമോ? യെസ്, ഡിയർ ചൈൽഡ്, can you just give yourself into the hand of the perfect doctor, the perfect physician who knows you inside out? That's what we just sang. എന്നെ നന്നായി അറിയുന്ന ദൈവം. ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് നമ്മളെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ പല സോങ്സിൻ്റെയും പിന്നിൽ കർത്താവ് ചെറിയ ചെറിയ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. ഞാൻ വളരെ മനസ്സുകൊണ്ട് മുറിഞ്ഞുപോയ ഒരു സീസണിൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ ഇതുപോലൊന്ന് സമർപ്പിച്ചു. ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. ദൈവമേ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ദിവസങ്ങളിൽ നമുക്കും പലർക്കും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. Lord, all this unexpected events are happening around me, and especially children, I see your face like these days you are missing a lot, your friends, your leisure activities, you can't go out, and I'm sure you miss your school as well. These days we are all having online sessions and worship and all. Even we miss our fellowship, our Sunday school days, our YP meeting. So on one side we're really going through a pain, not only in our physical stature but even deep within we are grieving. നമുക്ക് ഒന്ന് കൂടാനും ഒക്കെ പഴയ പോലെ എപ്പോൾ ആവും മോനെ എന്ന് ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ചോദിക്കും, കർത്താവിനോടും ചോദിക്കും, കർത്താവ് ഇതെന്താണ്, നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ ആരംഭ സമയം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, നമ്മെ സ്നേഹം കുറഞ്ഞിട്ടല്ല, മറിച്ച് നമ്മെക്കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ അവിടുത്തെ കയ്യിൽ ഭദ്രമായതുകൊണ്ട് നമ്മൾ പോകുന്ന ഓരോ മുറിവുകളും അവിടെ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി പിന്നത്തേതിൽ ഒന്നുകൂടെ അവിടുത്തെ സാന്നിധ്യം അറിയുവാനുള്ള മുഖാന്തരമാക്കി. അത് ഉയർച്ചയായാലും താഴ്ചയായാലും മരണമായാലും ജീവനായാലും സകലവും അവിടുത്തെ പെർഫെക്റ്റ് പ്ലാനിൽ നമ്മൾ ഭദ്രമാണെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി ആ അഷ്വറൻസ് ഉള്ളവരൊന്ന് കർത്താവിന് നന്ദി പറയാമോ? അപ്പാ, താങ്ക് യു ഫോർ ഓൾ ദ എക്സ്പീരിയൻസസ് ദാറ്റ് ഐ എം ഗോയിങ് ത്രൂ ഇൻ മൈ ലൈഫ്. യെസ്, each and every day I see all those good times and also the times of struggle, but right now I believe that it all works together for good.
കർത്താവ് അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു അപ്പായാണ് എനിക്കുള്ളതെന്ന് അറിയുന്നവർ മാത്രം ഈ സമയം കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. അങ്ങനെ ഒന്ന് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് തന്നൊരു പാട്ടുകൂടെ ഈ ആരംഭ സമയത്ത് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. അതെന്നെ ശക്തീകരിച്ചു. നമ്മളൊന്ന് മനസ്സ് തുറന്ന് ഏൽപ്പിച്ചാൽ നമ്മളെ അവിടെ നിന്നൊന്ന് അസസ് ചെയ്യും നമുക്ക് എത്രമാത്രം ശക്തി ആവശ്യമാണെന്ന്. ഇന്ന് രാത്രിയിൽ മുറിവേറ്റവരുണ്ട്, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നാം ഒന്ന് ഒരുങ്ങിയാൽ ഇന്ന് രാത്രിയിലും തുറന്നുള്ള ശുശ്രൂഷയുടെ സമയത്തും അവിടെ നമ്മളെ ശക്തീകരിക്കും. പക്ഷെ അതിനൊരു ഓപ്പൺ ചെയ്യുന്നൊരു കീ ഉണ്ട്. ലെറ്റ്സ് എൻറ്റർ ദ ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. നന്ദിയോടെ അവിടുത്തെ വാതിലിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. യെസ്. അപ്പോൾ ചോദിക്കും, മോനെ ഞാൻ എന്തിനാ നന്ദി പറയേണ്ടത്? യങ്സ്റ്റേഴ്സ്, യു മേ ആസ്ക്, അച്ചച്ച, why should I give thanks? Because I see all this pain around me, all this bad situation which I never expected in my life. But let me tell you, even for all those struggles, start giving thanks unto him. ആ വേദനയ്ക്ക് ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങളെ മാത്രമല്ല മാതാപിതാക്കളോടും കർത്താവ് സംസാരിക്കുന്നു. യെസ്, എത്ര പേരെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ലെറ്റ്സ് എൻറ്റർ ഹിറ്റ്സ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. ഞാൻ ഈ ആരംഭ സമയം കുറച്ച് സമയം ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടി എടുക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒന്ന് കുതിരട്ടെ. കർത്താവെ, അങ്ങനെ കൊണ്ടുപോകുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. കർത്താവെ, അങ്ങനെ നല്ല ശിഷ്യനാക്കുന്ന എല്ലാ ക്രൂശിന്റെ അനുഭവങ്ങൾക്കും നന്ദി. താങ്ക് യു ജീസസ്. ഉയർച്ചയായാലും താഴ്ചയായാലും മരണമായാലും ജീവനായാലും യേശുവേ, അങ്ങയുടെ സാന്നിധ്യം മതി. വരികൾ പരിചയമുള്ളവർ എന്നോട് ചേർന്ന് പറഞ്ഞു, എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾ നാഥാ നന്ദി. നിന്റെ മോഹം കാണും അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയാ താഴ്വര മുള്ളുകൾ പനിനീർ പൂവോ ശോധന ചൂളയ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ജീസസ്, I thank you. Jesus, I thank you for everything I've been through in my life. I take my cross, whatever my lot, I surrender to follow you. For all the failures, I thank you, Lord. Even though it's painful, it made me strong. For all the sorrows, I thank you, Lord. It lured me closer to you, closer to you. You molded me, you guided me according to your plans. I learned to trust you, I found the rest, and never be the same. So no more fear, no more tears,
no more tears. All of my days I will be still, and I know you are my God, and I know you are my God. Yes, I know you are my God. Your presence is sufficient. Your presence is sufficient for. മനസ്സ് തുറന്നു പറഞ്ഞു, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എത്ര പേർക്കൊന്ന് കരമുയർത്തി പറയാൻ പറ്റും, അപ്പൊ ഈ സാഹചര്യത്തിലും ഐ നീഡ് യുവർ പ്രസൻസ്. ഞാൻ കാണുന്നു എല്ലാ കരങ്ങളും ഉയർന്നിരിക്കുന്നത് കാണുന്നു. യെസ്, ദാറ്റ്സ് അവർ പ്രേയർ ടുനൈറ്റ്. ഇതൊരു മ്യൂസിക് ഈവനിങ് അതിനേക്കാളും ഒരു YP മീറ്റിങ്ങിനേക്കാളും നമുക്ക് ഒരുമിച്ച് അവിടുത്തെ പ്രസൻസിനായി അധികം കൊതിക്കാം. അവിടുത്തെ സാന്നിധ്യത്തിൽ, അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് നമ്മുടെ ബലം. അത് ഇന്ന് രാത്രിയിലെ ടോപ്പിക് സ്ട്രെങ്ത് ആണ് കേട്ടോ. എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. ആരാ പറഞ്ഞേ? പൗലോസ്. ആരോടാ പറഞ്ഞേ? തൻ്റെ ആത്മീക പുത്രനോട്. പക്ഷെ ശ്രദ്ധിക്കണേ, ആർക്കു വേണേലും പറയാം കേട്ടോ. ഈ ദിവസങ്ങളിൽ പറയുന്നവർ ഒത്തിരി പേരാണ്. ഒത്തിരി സന്തോഷം. നമുക്ക് ദൈവം വചനവും വാക്കുകളും ഒക്കെ ഷെയർ ചെയ്യാൻ ദൈവം തരുന്ന എല്ലാ മീഡിയയ്ക്കും സന്തോഷം. പക്ഷെ അനുഭവമുള്ളവർ പറയുമ്പോൾ അതിനകത്ത് പ്രത്യേക ശക്തിയാണ്. യെസ്, പൗലോസ് അപ്പോസ്തലൻ, മോനെ നീ ശക്തിപ്പെടാൻ പറഞ്ഞില്ലേ കൃപയിൽ. ആരാന്നറിയാമോ ഈ അപ്പോസ്തലൻ? വെറും മെൻറ്റർ അല്ല, വെറുതെ വാചക കസർത്ത് നടത്തുകയല്ല. താൻ കടന്നുപോയ വേദനയിൽ ദൈവകൃപ അനുഭവിച്ച ഒരു മെൻറ്ററാണ് പൗലോസ് അപ്പോസ്തലൻ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ തൻ്റെ അതിവേദനയിൽ കടന്നു പൊളയുമ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം എന്നോണം ആ മെൻറ്ററിനൊരു വേർഡ് കിട്ടി. 2 Corinthians chapter 12 verse 9. And he has said to me, my grace is sufficient for you. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്നു. For the power is perfected in weakness. Hallelujah. ഇന്ന് രാത്രിയിൽ കേട്ടെ, അനുഭവമുള്ള മാതാപിതാക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഇങ്ങനെ ദൈവശബ്ദം കേട്ടവരാണോ? ഇന്നൊരു YP മീറ്റാണ്. പക്ഷെ ഇതിൻ്റെ ആരംഭത്തിൽ ചില അപ്പനോടും അമ്മയോടും ചില സ്പിരിച്വൽ ഫാദേഴ്സിനോട്, ശുശ്രൂഷകന്മാരോട് ദൈവത്തിന് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ദിനങ്ങളിൽ നിങ്ങളുടെ റോൾ വലുതാണ്. ഇവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടോ? യങ്സ്റ്റേഴ്സിനെ നിങ്ങൾ കാണുന്നോ? ഇന്ന് രാത്രിയിൽ അവർക്ക് വേണ്ടത് 10 പോയിന്റിന്റെ പ്രസംഗമല്ല, മറിച്ച് അനുഭവത്തിൽ നിന്ന് എൻ്റെ മോനെ നീ ശക്തിപ്പെടണമെന്ന് പറയാൻ പറ്റുന്ന അനുഭവത്തിൻ്റെ ഒരു വാക്ക്. ഇന്ന് രാത്രിയിൽ എത്ര പേർ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആർക്കും മോനെ ഈ സാഹചര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ല. യങ്സ്റ്റേഴ്സ്, ലിസൺ ദിസ്. യു ആർ ഗോയിങ് ത്രൂ ആൻ അൺപ്രസിഡന്റഡ് സീസൺ ഇൻ യുവർ ലൈഫ്. മോസ്റ്റ് ഓഫ് യു ആർ ഫേസിങ് എ സ്ട്രഗിൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്. And as you are growing up, in most of the moments you will listen like, dear child, dear daughter, don't worry. As your parent, I have been through similar situation. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതുപോലുള്ള പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് മോളെ, മോനെ എന്ന് സാധാരണ അനുഭവങ്ങളെല്ലാം പറയാൻ പറ്റും. But this season is so special that no one can comment from their own experience. കാരണം ഇതുപോലുള്ള അനുഭവം പലർക്കും ആദ്യമായിട്ടാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ചില മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്, ചില സ്പിരിച്വൽ ഫാദേഴ്സ് ഇതിനകത്തുണ്ട്, ഗ്രേസ് കൃപ അനുഭവിച്ച കുറച്ചു പേര് ഇതിനകത്തുണ്ട്. ഈ YP മീറ്റിൽ ഞാൻ പറയുക, ഹല്ലേലൂയ, നിങ്ങളുടെ റോൾ വളരെ വലുതാണ്. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അടുത്ത തലമുറയെ സ്ട്രെങ്തൻ ചെയ്യുവാൻ കുറച്ച് മെന്റേഴ്സ്, സ്പിരിച്വൽ ഫാദേഴ്സ്, സ്പിരിച്വൽ മദേഴ്സ് എഴുന്നേൽക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിൽ ഈ ആരംഭ സമയം ഞാൻ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കൃപ അനുഭവിച്ച അപ്പോസ്തലൻ പറയുകയാ, മോനെ നീ ശക്തിപ്പെടുക. അതുകൊണ്ട് തിമോത്തിയോസിന് അത് ഡയറക്റ്റ് കണക്റ്റ് ആവുന്നുണ്ട്.
വേറെ ആരെങ്കിലും പറയുന്ന വെയിൻ വേർഡ്സ് അല്ല ഇത്, മറിച്ച് ഇത് കൃപ അനുഭവിച്ചവന്റെ വാക്കാണ്. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്തോട്ട് നിർത്തി യങ്സ്റ്റേഴ്സിനോട് ഒരു കാര്യം പറയാം. യങ്സ്റ്റേഴ്സ്, ദീസ് ഡേയ്സ് you're going through a season, but just now we sang, in all these experiences, even though it's painful, it makes us strong. സ്ട്രെങ്ത് ആണ് ഇന്ന് രാത്രിയിലെ വിഷയം കേട്ടോ. പടിപടിയായി ദൈവം നമ്മളെ അതിലേക്ക് അടുപ്പിക്കുക. ഈ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ കരുത്ത് തരികയാണ്. ഹല്ലേലൂയ. യെസ്, you might have heard that a smooth sea never make a good sailor, but a rough sea makes a good sailor. Hallelujah. ഒരിക്കലും ശാന്തമായ ഓളപ്പരപ്പിൽ നിൽക്കുന്ന ഒരു കപ്പൽ ക്യാപ്റ്റൻ ഒരിക്കലും നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രയാസങ്ങൾ നിറഞ്ഞ പടകൾ കടലിലൂടെ ഓടിച്ച് കരുത്ത് തെളിയിക്കുന്നവരെയാ നാം പിന്നീട് സ്ട്രോങ് ആണെന്ന് തിരിച്ചറിയുന്നത്. യെസ്, ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കാണത്തില്ല. പക്ഷെ ഐ എം ഷുവർ ആസ് ദ ഡേയ്സ് പാസ് ബൈ യു വിൽ സ്റ്റാൻഡ് ആസ് എ ടെസ്റ്റിമണി in the presence of the Lord, and you and me will say, Jesus, you are more than enough for me. And you and me will say, there is none like Jesus. യേശുവിനെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. അനുഭവമുള്ളവരൊക്കെ ഒന്ന് കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ചെറിയ അനുഭവങ്ങളാണ്. പക്ഷെ ഞാൻ വ്യക്തമായി മനസ്സിലാക്കി, ഇതുപോലെ കരുതുവാൻ വേറെ ആരുമില്ല, ഇതുപോലെ കൂടെ നിൽക്കുവാൻ ആരുമില്ല. ഹല്ലേലൂയ. ഒന്ന് മനസ്സ് തുറക്കാമോ? ഈ വരികൾ പാടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ സാക്ഷ്യം കർത്താവ് തന്നിട്ടുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഫോർ യുവർ ലവ്. താങ്ക് യു ഫോർ യുവർ എവർലാസ്റ്റിംഗ് കോവനന്റ്. ഈ കുഞ്ഞുങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നപ്പ. കുഞ്ഞുങ്ങൾ എന്നോട് ചേർന്ന് പറഞ്ഞേ, യേശുവേ പോലെ സ്നേഹിക്കാൻ ഇല്ല. അനുഭവമുള്ള സ്പിരിച്വൽ ഫാദേഴ്സ്, മാതാപിതാക്കളെല്ലാം ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ, എന്റെ യേശുവേ പോലെ കരുതാ വേറാരും ഇല്ല. യെസ്, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ വരികൾ കേൾക്കുന്ന കുറച്ചു പേർക്ക് ഇത് ശക്തിയായി തീരട്ടെ, ബലമായി തീരട്ടെ. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടാൻ ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ, മനസ്സു തളർന്നിടുമ്പോ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിടുമ്പോ യേശു രക്ഷാകരൻ. യേശു ഇന്നും ജീവിക്കും, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. കരം തട്ടിപ്പാടി യേശുവേ പോലെ സ്നേഹിക്കാൻ ഇല്ല. ഹല്ലേലൂയ. യേശുവേ പോലെ കരുതാ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. ആരാധന യേശുവേ, ആരാധന ആരാധന. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. I am with you always, even to the end of the age. ആ പ്രോമിസിൽ ഒന്ന് ശക്തിപ്പെടാമോ? ഏകനെന്നു തോന്നിടുമ്പോ
യേശു സ്നേഹിതൻ. യെസ്, പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. വിശ്വസിച്ച് നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങൾ പറഞ്ഞു ആരും ഇല്ല. That's right. എന്റെ യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ വേറാരും ഇല്ല. യേശുവേ ആരാധന. കരം തട്ടി ആരാധനയായി സ്തുതിയായി അല്പസമയം യേശുവിൻ നാമം ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയും വിജയം നൽകും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യവും ശക്തി നൽകുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ടോ. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ എല്ലാ അധരങ്ങളിലും അല്പസമയം യേശുവിൻ നാമം ഉയരട്ടെ. We lift the name of Jesus. യേശുവേ പോലെ സ്നേഹിക്കാൻ ഇല്ല. ഹല്ലേലൂയ. എന്റെ യേശുവേ പോലെ കരുതാൻ വേറാരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ഇല്ല. യേശുവേ ആരാധന. കരങ്ങൾ രണ്ടും ഒന്ന് ചേർത്ത് തട്ടി എല്ലാ ആരാധനയും എല്ലാ പുകഴ്ചയും. Yes Lord, yes Lord, yes Lord. Children, put your hands together and praise Him. Yes, yes. നമ്മൾ സ്തുതിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു വലിയ ദൈവശക്തി ചിലരുടെ ശരീരങ്ങളിൽ തന്നെ നിറയട്ടെ. ആരൊക്കെയോ വളരെ വീക്കായി, ഇത് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആണല്ലോ എന്നാ ഒന്ന് ഇരുന്ന് കണ്ടേക്കാമെന്ന് വെച്ച് ജോയിൻ ചെയ്തവരെ പോലും ഈ സമയം കർത്താവിന്റെ ആത്മാവ് ശക്തീകരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യെസ്, മൈ സൺ, മൈ ഡോട്ടർ, ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. അനുഭവമുള്ള അപ്പോസ്തലൻ പറഞ്ഞു, നമുക്ക് ശക്തിപ്പെടാൻ അവിടുത്തെ കൃപ മതി. ഹല്ലേലൂയ. ബലഹീനതയിൽ കടന്ന് നിലവിളിക്കുമ്പോൾ, വേദന കൊണ്ട് പിളയുമ്പോൾ, വേറെ ആരും കണ്ടില്ലെങ്കിലും അത് കാണുകയും ശക്തീകരിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന നല്ല കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഹല്ലേലൂയ. I really like one verse which is written in Proverbs chapter 24 verse 10. Yes, ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തെ പെട്ടെന്ന് ഓർപ്പിക്കുകയാണ്. 24 അധ്യായം സദൃശ്യവാക്യങ്ങൾ 24 അധ്യായത്തിൽ അതിൻ്റെ 10 വാക്യം. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. യെസ്, if you are slack in the day of distress, your strength is limited. നിങ്ങളുടെ വേർഷനിൽ അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. Proverbs chapter 24 verse 10. Here it's mentioning about a season of distress and a season where we really need the strength. But the word of God says, if you are slack in the day of distress, ആ കഷ്ടകാലത്ത് ആ പ്രയാസം വരുമ്പോൾ നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം, നിന്റെ ശക്തി നഷ്ടമാണ്. നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ നമുക്ക് ബലമുണ്ട്, ഒരുമിച്ച് കൂടുമ്പോൾ ശക്തിയുണ്ട്. ദുബായ് ചർച്ച് ഓഫ് ഗോഡിനുള്ള ബന്ധത്തിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത് കേൾക്കുന്നവരോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഓക്കെയാണ്. പക്ഷെ ഒറ്റയ്ക്കായി പോകുന്ന കഷ്ടകാലത്ത്
അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് വരുമ്പോൾ, ഡിയർ ചൈൽഡ്, ദിസ് ഈസ് ദ സീസൺ വെയർ യു റിയലി നീഡ് ദ സ്ട്രെങ്ത്. ഹല്ലേലൂയ. ഇഫ് യു ലാക്ക് ദാറ്റ് സ്ട്രെങ്ത് ഇൻ ദ സീസൺ ഓഫ് ഡിസ്ട്രസ്, വേർഡ് ഓഫ് ഗോഡ് സേസ് യുവർ സ്ട്രെങ്ത് ഈസ് ലിമിറ്റഡ്. നിന്റെ ശക്തി കുറവാണ്. ഇത് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയുള്ള വചനമാണ്. ചിലപ്പോഴൊക്കെ വചനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് കുനിഞ്ഞേക്കാം, പുറയിലിരിക്കുന്ന ആക്ക്. ഇപ്പോൾ പുറയിൽ ആരും അധികം ഇരിപ്പില്ലല്ലോ, അല്ല ഇത് എനിക്കുള്ളതല്ല, അടുത്ത വിൻഡോയിൽ ഇത് കേൾക്കുന്ന ആക്ക്. അല്ല, അങ്ങനല്ലെന്നേ. ഇതൊന്ന് അസസ് ചെയ്തേ, ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്തേ. ഡിയർ ചിൽഡ്രൻ, ആസ് യു ഓൾ നോ, ഡോക്ടേഴ്സ് മേ ചെക്ക് യുവർ വൈറ്റൽസ് ടു സീ ഇഫ് യുവർ ഫിസിക്കൽ സ്ട്രെങ്ത് ഈസ് ക്വയറ്റ് ഗുഡ്. ബട്ട് ദിസ് ഇസ് എ വേർഡ് ഓഫ് ഗോഡ്. ജീവനും ശക്തിയും നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഏത് സന്ധി മജ്ജകളെയും തുളച്ചു ചെല്ലുന്ന ജീവനുള്ള വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് പെനിട്രേറ്റ്സ് ത്രൂ ആൻഡ് ഇറ്റ് അസസ് യുവർ സ്ട്രെങ്ത്. ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ഇഫ് യുവർ സ്ട്രെങ്ത് ഈസ് ലിമിറ്റഡ്, ഡിയർ സൺ, ഗെയിൻ ന്യൂ സ്ട്രെങ്ത് ഇൻ ദ ഗ്രേസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് കുറച്ച് പാട്ട് കേട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ന് രാത്രിയിൽ നമ്മളെ നിലനിർത്തുന്ന ദൈവശക്തിക്കായി നമുക്കൊന്ന് കൊതിക്കാം. അത് മുന്നോട്ടുള്ള യാത്രയിൽ ആവശ്യമാണ് കേട്ടോ, അല്ലെങ്കിൽ നീ കുഴഞ്ഞു പോകും. അതാ വാക്യത്തിൽ കണ്ടേ. ഇനി തിരിച്ചു വന്നേ, തിമോത്തിയോസിന് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ എന്തിനാ ശക്തിയെ ഓർമ്മപ്പെടുത്തിയെന്നറിയാമോ? അതിൻ്റെ ഉത്തരം 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 1 2-ാം അധ്യായത്തിൽ ശക്തിപ്പെടാൻ പറഞ്ഞതിൻ്റെ കാരണം 3-ാം അധ്യായം 1 കാരണം എന്താണെന്നറിയാമോ? ബി റിയലൈസ് ദിസ് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഡിഫിക്കൽട്ട് ടൈംസ് വിൽ കം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. യെസ്, ഡിയർ ചൈൽഡ്, ദ റീസൺ വൈ ഡ്യൂറിംഗ് ദിസ് YPA meet all the encouragement is given for your strength, your spiritual strength, the reason is over there. In the last days difficult times will come. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. Yes, when you attend our Sunday school and now having our youth meetings, you are quite okay. But your strength is limited in this season where it's written in the last days. And I am quite sure that you have all the evidence that we are in the last days. Because the word of God is being fulfilled around us. Jesus said in Luke chapter 24 verse 11 about the pestilence and plagues and all those the signs of last days. And as I know, the news reports and all the media are giving us all the reports from different parts of the world, and we are so confirmed in our heart that we are in the last days. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ തിരിച്ചറിവുള്ള എല്ലാ യങ്സ്റ്റേഴ്സും ഇന്ന് രാത്രിയിൽ ഒരുങ്ങിക്കോണം. നമുക്കൊരു ശക്തി ആവശ്യമാണ്. ഇതിനെ ഫേസ് ചെയ്യാൻ നമ്മളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. I must say this, as you read the newspapers, especially in Kerala and India, there are a lot of youngsters thinking that it's the end, there is no more hope, ഇനി മുമ്പോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ലെന്ന് കണ്ട് നിർത്തിയിട്ട് പോകുന്ന, ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചു. നിങ്ങൾ എത്ര പേര് ആ വാർത്ത വായിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഈവൻ സ്കൂൾ ചിൽഡ്രൻ are really under really pressure. They're thinking there is no more hope and they quit. Dear child, you are different because you have a strength, and it's in the grace of the Lord Jesus Christ. And as the word of God says in Philippians chapter 4, yes, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നവനാകുന്നു. In Philippians chapter 4 verse 13 it's written, I can do all things through Christ who strengthens me. ഇതൊരു യൂത്ത് മീറ്റിംഗ് ആണല്ലോ. Dear children, I am going to sing a song for you which God has given me in last week. Actually it got published in the last week. നമ്മൾ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ഒന്ന് കണക്ട് ചെയ്ത് വരുമായിരുന്നേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പാട്ട് പാടാം. This is all about the song. This is theme of the song is through Christ I can face the situation. യേശു നിമിത്തം ഞാൻ ശക്തനായി. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ സിറ്റുവേഷൻ അനുകൂലമാകണമെന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ധൈര്യമായി എന്നോട് ചേർന്ന് വളരെ ലളിതമായ വാക്കുകളാണ്. ഈ ദൈവം എൻ്റെ ദൈവം, ഇനി എന്നും എൻ്റെ ധൈര്യം. ഒരുപക്ഷെ മാതാപിതാക്കൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ വരികൾ വളരെ ലളിതമായിട്ട് തോന്നാം. പക്ഷേ ദിസ് സോങ് ഇസ് ഫോർ ഓൾ ദ യങ്സ്റ്റേഴ്സ്. ഇതൊരു യൂത്ത് മീറ്റ് ആണല്ലോ, അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കളും ആ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കരങ്ങളൊക്കെ ഒന്ന് തട്ടി. യെസ്, കം ഓൺ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ്
Give him praise. Our God is an awesome God, and we have all the strength and courage in him. ഈ ദൈവം, എൻ്റെ ദൈവം. Let there be an anthem of praise എല്ലാ കുടുംബങ്ങളിലും. Oh, children, can you open your mouth and sing with me? Oh, that's good. ഒരു പ്രാവശ്യം കൂടെ. കരങ്ങളൂടെ തട്ടിയേ. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത നല്ല യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത യേശു. ഈ ദൈവം എൻ്റെ ദൈവം, ഇനിയെന്നും എൻ്റെ ധൈര്യം. ഈ ദൈവം എൻ്റെ ദൈവം, ഇനിയെന്നും. ഉറപ്പോടെ കരം തട്ടി പറഞ്ഞു. എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. എന്നോട് കൂടെയുള്ളവൻ, തന്നാമം യേശു. യെസ്, എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. രോഗത്തെക്കാൾ എന്നോട് കൂടെയുള്ളവൻ, തന്നാമം യേശു. Come on. Oh, കുഞ്ഞുങ്ങൾ പാടിക്കേ. Oh, yes, that's good. ഉല്ലാസത്തിന്റെ ഘോഷമാണ്. Believe this. ശക്തനാക്കും ക്രിസ്തുവിന, എന്നെ ശക്തനാക്കും യേശു ക്രിസ്തുവിന. സാധ്യമേ സാധ്യമേ സാധ്യമേ. എല്ലാ വിശ്വസിച്ച് പറഞ്ഞു. ശക്തനാക്കും ക്രിസ്തുവിന, എന്നെ ശക്തനാക്കും യേശു ക്രിസ്തുവിന. സാധ്യമേ സാധ്യമേ സാധ്യമേ. എല്ലാ കരം തട്ടിപ്പറ. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. അനാദികാലം മുമ്പ് എന്നെ കണ്ടവൻ, ഏറ്റവും സ്നേഹിച്ചവൻ യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത നല്ല യേശു. എന്നാദി തീർക്കുവാനായി തേടി വന്നവൻ, മാറിടാത്ത യേശു. ഈ ദൈവം എൻ്റെ ദൈവം, ഇനിയെന്നും എൻ്റെ ധൈര്യം. ഈ ദൈവം എൻ്റെ ദൈവം. തുറന്നു പറഞ്ഞ എൻ്റെ ധൈര്യം എൻ്റെ ദൈവമായി. ഓ, എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. ഹല്ലേലൂയ. എന്നോട് കൂടെയുള്ളവൻ, തന്നാമം യേശു. കുഞ്ഞുങ്ങൾ പറഞ്ഞു. എന്നോട് കൂടെയുള്ളവൻ, എല്ലാറ്റിലും വലിയവൻ. ഹല്ലേലൂയ. എന്നോട് കൂടെയുള്ളവൻ, തന്നാമം യേശു. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ചേർത്ത് തട്ടി പാടുമ്പോൾ മാത്രമല്ല, അല്ലാതെ ഒന്ന് പറഞ്ഞ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. മാതാപിതാക്കളും പറയണം കേട്ടോ, കാരണം ഈ സീസണിൽ ഒത്തിരി പേർ ക്ഷീണിച്ചു പോകുന്നുണ്ട്. ശുശ്രൂഷകന്മാരും പറയണം കേട്ടോ, കാരണം ഈ ദിവസങ്ങളിൽ ഒത്തിരി ശുശ്രൂഷകന്മാരിലും നിരാശ പടരുന്ന കാലഘട്ടമാണ്. പക്ഷേ ആത്മാവിൽ എരിവുള്ളവർ ഇന്ന് രാത്രിയിൽ YP മീറ്റിനകത്ത് യങ്സ്റ്റേഴ്സ്, ചിൽഡ്രൻ, യു ആർ സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ ദുർഘട സമയത്തെ, ഈ ലാസ്റ്റ് ഡേയ്സിനെ, അന്ത്യകാലത്തെ നേരിടുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾ ക്രിസ്തുവിൽ
ശക്തരായി നിൽക്കുക. 1 യോഹന്നാന്റെ ലേഖനത്തിലും പലപ്പോഴും കുഞ്ഞുങ്ങളെ ശക്തരാക്കുന്ന വാക്കുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചില വാക്യങ്ങളിലേക്ക് വരും. പക്ഷെ ഇപ്പോൾ ഈ പാടിക്കൊണ്ടിരുന്ന സമയത്ത് കർത്താവ് പെട്ടെന്ന് പറഞ്ഞൊരു വാക്യം എടുത്ത് വായിക്കുവാൻ. അന്ത്യകാലഘട്ടത്തിൽ യേശു കർത്താവിനെ സ്വീകരിക്കാത്ത എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന ദുർഘട സമയങ്ങൾ ഉണ്ടെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ എഴുതിയിട്ട് അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വിളിക്കുക, കുഞ്ഞുങ്ങളെ. If you read 1 John chapter 4 verse 4, little children. Yes, I see some children who are so sitting with their parents with lot of enthusiasm. I encourage you, I appreciate you. This verse is for you little children. You are from God. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. Yes, yes. And you belong to him. Hallelujah. And you have overcome them. എന്ന് വെച്ചാൽ അല്പം മുമ്പ് പറഞ്ഞ പിശാചിന്റെ കെണികളെ, ഈ ദുർഘട സമയത്തെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ ഓവർകം ചെയ്യുന്നത്. യു ആർ ഫ്രം ഗാഡ്. എന്നിട്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ, 1 John chapter 4 verse 4, because greater is he who is in you than he is who is in the world. നിങ്ങളിലുള്ളവൻ, അല്പം മുമ്പ് നമ്മൾ പാടിയില്ലേ, എന്നോട് കൂടെയുള്ളവൻ. യെസ്, വെറുതെ പാടുകയല്ല കേട്ടോ. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നിങ്ങളിലുള്ളവൻ ആരെന്നറിയാമോ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുക, ചിലരെ ഇത് ആത്മാവിൽ ശക്തീകരിക്കണം. ക്ഷീണിച്ചു പോകുന്ന ചിലരെ ഇന്ന് രാത്രിയിൽ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. യെസ് യെസ്, ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ധൈര്യപ്പെടുക, ശക്തിപ്പെടുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് കൂടെയുള്ളവൻ, നിങ്ങളിലുള്ളവൻ വലിയവൻ. നമ്മൾ പറഞ്ഞല്ലോ കൃപയിലാണ് ശക്തിപ്പെടുന്നത്, അല്ലേ? യെസ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഈ കൃപയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 5:6. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ചിൽഡ്രൻ, in Romans chapter 5 verse 6 it's written, for while we were still helpless, ശക്തിയില്ലാതിരിക്കുമ്പോൾ, ബലമില്ലാതിരിക്കുമ്പോൾ, ഹെൽപ്ലെസ് ആവുമ്പോൾ. യെസ്, ആരോ പറയുന്നു, മോനെ അതെൻ്റെ കാര്യമാണ്. നമ്മൾ ബലഹീനനായിരുന്നപ്പോൾ കർത്താവ് എന്താ ചെയ്തെന്നറിഞ്ഞേ? ക്രിസ്തു തക്ക സമയത്ത്, at the right time. ഓ ജീസസ്, ലേറ്റായിട്ട് വന്നിട്ടില്ല. ഇന്ന് രാത്രിയിലും വിശ്വസ്തനാ കർത്താവ്. അവിടുന്ന് ഓൾറെഡി ക്രൂശിൽ ചെയ്ത ദൈവപ്രവൃത്തിയെക്കുറിച്ചാ, നീതീകരണത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുക, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി വെളിപ്പെടുന്നത് തക്ക സമയത്താകട്ടോ, തക്ക സമയത്താ. At the right time Christ died for the ungodly. ബലഹീനനായിരുന്നപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. തുറന്നെഴുതിയിരിക്കുക, പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ. ഇന്ന് രാത്രിയിൽ there is no wall that he can't kick down, for he came in search for you and me. നമ്മൾ സ്ട്രോങ് ആയിരുന്നപ്പോൾ മാത്രമല്ല മക്കളെ, കുഞ്ഞുങ്ങളെ കേൾക്കണം. When you are good and when you are qualified, there are people around you giving you appreciation. But remember this, when you are weak and when you are helpless, Jesus still loves you. Hallelujah. ഇന്ന് രാത്രിയിൽ ബലഹീനരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചതഞ്ഞ ഓടെ ഒടിക്കാത്തൊരു കർത്താവുണ്ട്. പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തൊരു ദൈവമുണ്ട്. പോക്കറ്റിൽ കാശുണ്ടായിരുന്നപ്പോൾ സ്നേഹിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷെ ഈ ഹെൽപ്ലെസ് ആവുന്ന ഈ സിറ്റുവേഷനിലും നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു കൃപ, അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൂശിലെ സ്നേഹം എനിക്ക് ഓർമ്മ വരികയാണ്. നമുക്കൊന്ന് മനസ്സ് തുറക്കാമോ അല്പസമയം? കർത്താവേ, അങ്ങനെ അളവില്ലാതെ സ്നേഹിച്ച ക്രൂശിന്റെ അനുഭവത്തിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഫോർ യുവർ ലവ്. ഹല്ലേലൂയ. 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 ഞാൻ പെട്ടെന്നൊരു പാട്ടിന്റെ വരി കൂടെ കർത്താവ് ഓർമ്മിച്ചത്, ഒരു 4 വരി ഒന്ന് പാടട്ടെ. ദൈവസ്നേഹമേ, കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ സ്നേഹത്തെ ധ്യാനിച്ചപ്പോൾ കർത്താവ് തന്ന വരികളാണ്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് മനസ്സ് തുറക്കാം. അവിടുത്തെ അടിപ്പിണരിൽ സൗഖ്യമുണ്ട്.
അവിടുത്തെ ക്രൂശിൽ ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിലും രോഗികളായി എന്നെ കേൾക്കുന്ന ചിലർക്ക് ഇന്ന് രാത്രിയിൽ കർത്താവ് പുതുബലം പകരട്ടെ. ഹല്ലേലൂയ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ തന്നവനെ അവിടുത്തെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. താങ്ക് യു ജീസസ്. താങ്ക് യു ഫോർ യുവർ ലവ്. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. അപ്പാ, എന്തു നൽകും പകരമാ, തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമാ, തുല്യമായി ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. Thank you, Jesus. Thank you, Jesus. Just close your eyes for a moment. ബലഹീനനായിരിക്കുമ്പോൾ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദിയപ്പാ, നന്ദിയപ്പാ. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ആ കാര്യം ഓർത്തു. ഏത് ബലഹീനനും ഇന്ന് രാത്രിയിൽ ആശ്രയം വെക്കുവാൻ, ശക്തരായി തീരുവാൻ ഒരിടമുണ്ട്, കാൽവറി ക്രൂശ്. അവിടുത്തെ കൃപയിൽ നമുക്ക് ശക്തിപ്പെടാം. നമ്മളെ ശക്തിപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:14 കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ റീസൺ ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതിനാൽ. യെസ്, ദ വേർഡ് ഓഫ് ഗോഡ് അബൈഡ്സ് ഇൻ യു ആൻഡ് യു ആർ സ്ട്രോങ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആവാൻ വേണ്ടി അപ്പായും അമ്മായും നിങ്ങൾക്ക് വേണ്ട എല്ലാ നറിഷ്മെൻറ്റും തരും. എനിക്കുണ്ട് 2 കുഞ്ഞുങ്ങൾ. നമ്മൾ നിർബന്ധിച്ച് അവർക്ക് കൊടുക്കും, കുടിപ്പിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ മാത്രമല്ല, നിങ്ങളുടെ അകവും, നിങ്ങൾ the whole being, you should be strong, but it will happen only if the word of God abides in you. I see many children, I encourage you, if you are memorizing the word of God, that's a good practice, but remember that it's not for winning a competition or just for the sake of Sunday school, but that memory verse will work deep within you. ആ വചനം നിങ്ങളെ ശക്തരാക്കി തീർക്കും. ഹല്ലേലൂയ. മറ്റൊരു വചനം, യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. For strong is he who carries out his word. Joel chapter 2:11. Children, do you know who is the strongest person on planet Earth? That's not American president or any other ruler out there in the world. For we know that during this COVID situation, every nation, every rulers, every government was so fragile. But the word of God says, if you obey his commandment, you are strong. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവരെ പോലെയാകും. Children, you may be familiar with that parable when Jesus said there were 2 houses. One was built on the rock
and another was built on the sand. The wind came, the seas roared, and all the struggle came up. And don't think that the wind came against only on that house built on sand. No. Both the house experienced the struggle. But the difference was, at the end of the day, the house which was built on the rock, it stood firm. And these days many are asking, I am a child of God, why I am having this struggle? No, it's not like that. You are not exempted. പ്രയാസം വരുമ്പോൾ രണ്ടു വീടിനും അടിച്ചു കേട്ടോ. പക്ഷെ വ്യത്യാസം വന്ന പ്രയാസത്തിലല്ല, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിന്നതിലാ. ഹല്ലേലൂയ. വചനം അറിയാവുന്ന അപ്പായ അമ്മമാര് മാതാപിതാക്കളൊക്കെ കർത്താവിന് നന്ദി പറഞ്ഞു. വചനം കേൾക്കുക മാത്രമല്ല, അത് ഒബേ ചെയ്യുന്ന, അതനുസരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. വചനം. And I must encourage you all to invest the most of your time in the word of God. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇടമാണ് the word of God. Meditate upon it. ഞാൻ വിശ്വസിക്കുന്നു, ആദ്യം ഒരു പക്ഷെ പ്രയാസവും തോന്നിയാലും the Spirit of the Lord will help you. Seek the help from the helper. Ask him, the Spirit of the Lord, come and help me. Explain this to me. And I am so sure, അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ things will be different. അതുവരെ പഠിച്ചാൽ ചിലപ്പോൾ ഇതൊരു ഹിസ്റ്ററി ആയിട്ട് തോന്നും, അതുവരെ ഇതൊരു റിലീജിയന്റെ ബുക്കായിട്ട് തോന്നും. പക്ഷെ I am so sure, when the Spirit of the Lord moves upon you, this will be not a religious book, but a word of God which gives you strength and life. ഇത് നിങ്ങൾക്ക് ജീവനായി തീരും, ശക്തിയായി തീരും. And more than that, I'm so sure that you will find the living word so speaking to you, just like a father speaks to his children. Your Father in heaven wants to speak to you through the word of God. എത്ര പേർക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഒത്തിരി പേര് അത് ഒരു പഠനമാക്കി തീർക്കുമ്പോൾ വചനത്തെ ഒരു അനുഭവമാക്കി തീർക്കുവാൻ കൂടെ ഞാൻ ഇന്ന് രാത്രിയിൽ ചിലരെ ഉദ്ബോധിപ്പിക്കുകയാണ്. കർത്താവ് അങ്ങനെ ഒരു പാട്ട് എനിക്ക് തന്നു കേട്ടോ. ഇതൊരു YP മീറ്റ് ആണല്ലോ, ഞാനത് ഷെയർ ചെയ്യാം. നമുക്കൊക്കെ പുസ്തകക്രമം അറിയാം, പക്ഷേ ദിസ് സോങ് ഈസ് നോട്ട് അബൌട്ട് ദ ബുക്ക് ഇൻ ഓർഡർ, ബട്ട് നോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ് ഇൻ ബൈബിൾ. ഓരോ പുസ്തകങ്ങളിലും ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. ഓരോ താളുകളിലും യേശുവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അങ്ങനെ വചനത്തെ സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. From cover to cover, only one person is lifted up, the name above all names. His name is Jesus Christ. പഴയ നിയമത്തിൽ നിഴലായും പുതിയ നിയമത്തിൽ പൊരുളായും ഉയർന്നു നിൽക്കുന്ന ആ നല്ല കർത്താവിനെ നമുക്ക് അല്പസമയം ഒന്ന് ആരാധിക്കാം. കഴിയുമെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് തട്ടി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ക്രിസ്തു ഉള്ളതിനായിട്ട് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ വരികൾ കേൾക്കുമ്പോൾ വചനത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടം വർദ്ധിക്കട്ടെ. കരങ്ങളെ തട്ടി റെഡിയാണോ? സ്റ്റാർട്ട് ഫ്രം ജെനസിസ്. ഉൽപ്പത്തിയിൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ കരം കണ്ടു. സൃഷ്ടാവ് എൻ്റെ ദൈവം വലിയ, എൻ്റെ ദൈവം വലിയവൻ. നെക്സ്റ്റ്. പുറപ്പാടിൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ പദ്ധതി കണ്ടു. യജമാനനെ എൻ്റെ ദൈവം വലിയവൻ. സന്തോഷമാണെങ്കിൽ കരമൊക്കെ തട്ടി ഒരുമിച്ച് ചേർന്ന് ക്ഷീണമൊക്കെ മാറി ഉല്ലാസത്തോടെ. നെക്സ്റ്റ് ഈസ് ലെവിറ്റിക്കസ്. അവിടെയും യേശു ഉണ്ട്, മഹാപുരോഹിതനായി. ലേവ്യയിൽ അവൻ മഹാപുരോഹിതൻ, സംഖ്യയിൽ അവൻ എത്ര സമ്പൂർണ്ണൻ, ആവർത്തനം മറക്കാത്ത ഉടയവൻ, യോശുവയിൽ അവൻ രക്ഷാനായകൻ. എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം വലിയവൻ. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ന്യായാധിപന്മാരിലും നീതിയുള്ളവനായി അവിടുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ജഡ്ജസ്. ന്യായാധിപന്മാരിൽ അവൻ നീതിയുള്ളവൻ. രുത്തിന്റെ താളുകളിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ. ശമൂവേലിൻ പുസ്തകത്തിൽ അഭിഷിക്ത പ്രവാചകൻ. രാജാക്കന്മാരിൽ എന്റെ രാജാതിരാജാവ്. ദിനവൃത്താന്തത്തിൽ എന്റെ ബലമുള്ള സംരക്ഷകൻ. എസ്രാ നെഹമ്യാവേ എന്നെ വീണ്ടും പണിയുന്നവൻ. എസ്തേറിൽ വെളിപ്പെടുത്തി അവൻ എനിക്കായി വാദിക്കുന്നവൻ. ഇയ്യോബിൽ ഞാൻ കണ്ടു എന്നെ വീണ്ടും ഉയർത്തുന്നവൻ. എസ്തേറിൽ വെളിപ്പെടുത്തി അവൻ എനിക്കായി വാദിക്കുന്നവൻ. ഓ, ഇയ്യോബിൽ ഞാൻ കണ്ടു എന്നെ വീണ്ടും ഉയർത്തുന്നവൻ. എന്റെ ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ. എന്റെ ദൈവം പറഞ്ഞു വലിയവൻ. കുഞ്ഞുങ്ങൾ പറഞ്ഞു എന്റെ ദൈവം വലിയ. എന്റെ ദൈവം വലിയവൻ. ഹല്ലേലൂയ. കരം തട്ടി ആരാധനയായി. ആ God is an awesome God. എന്റെ ദൈവം വലിയ ദൈവം. തുടർന്ന് സങ്കീർത്തനങ്ങളിലും ആ വലിയ ദൈവമുണ്ട്. സങ്കീർത്തനങ്ങളിൽ അവൻ എന്റെ പുതുഗീതം. സദൃശവാക്യങ്ങളിൽ എന്നിൽ ജ്ഞാനം പകരുന്നവൻ. സഭാപ്രസംഗിയിൽ എന്റെ ഭോഷത്വം മാറ്റുന്നവൻ. ഓ, ഉത്തമഗീതത്തിൽ അവൻ എന്റെ പ്രാണപ്രിയൻ. യെശയ്യാവ് യിരെമ്യാവ് എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ. വിലാപവാക്കുകളിൽ എന്റെ കണ്ണീർ തുടയ്ക്കുന്നവൻ. യെഹെസ്കേലിൻ പ്രവചനത്തിൽ അവൻ എന്റെ പുതുജീവൻ. ദാനിയേലിൽ കൂടിയിരിക്കും ദൈവമൻ പ്രഭുവായി. യെഹെസ്കേലിൻ പ്രവചനത്തിൽ അവൻ എന്റെ പുതുജീവൻ. ദാനിയേലിൽ കൂടിയിരിക്കും ദൈവമൻ പ്രഭുവായി. എന്റെ ദൈവം വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. എന്റെ ദൈവം വലിയവൻ. എന്റെ ദൈവം പറഞ്ഞു വലിയവൻ. സംശയമില്ലാത്തവരെല്ലാം പറഞ്ഞു എന്റെ ദൈവം വലിയവൻ. സാഹചര്യങ്ങളെക്കാൾ വലിയവൻ, അവസ്ഥയേക്കാൾ വലിയവൻ. ചെറിയ പ്രവാചകന്മാരിലും വലിയ ദൈവമുണ്ട്. അത് കണ്ടിട്ടുള്ള ദൈവമക്കൾ പറഞ്ഞു. ഹോശയ്യായിൽ കാരുണ്യവാൻ, എന്നെ സ്വന്തമാക്കിയവൻ. യോവേലിൽ പകരുന്നവൻ, അന്ത്യനാളിന്റെ അഭിഷേകം. ആമോസ് ഓബദ്യാവിൽ എന്റെ ഭാരം ചുമക്കുന്നവൻ. യോനായിൽ അയക്കുന്നവൻ, എന്നെ തിരുഹിതം ചെയ്തിടുവാൻ. മീഖാ നഹൂമിൽ അവൻ തീഷ്ണതയുള്ളവൻ. ഹബക്കുക്കിൻ പ്രവചനത്തിൽ എനിക്കായി സമാപ്തി വരുത്തുന്നവൻ. സെഫന്യാവ് ഹഗ്ഗായി എന്റെ അവസ്ഥയെ മാറ്റുന്നവൻ. സെഖര്യാവ് മലാഖി പുതുവഴികളെ ഒരുക്കുന്നവൻ. സെഫന്യാവ് ഹഗ്ഗായി ഹല്ലേലൂയ നമ്മുടെ അവസ്ഥയെ മാറ്റും. സെഖര്യാവ് മലാഖി പുതുവഴികളെ ഒരുക്കുന്നവൻ. എന്റെ ദൈവം കരം തട്ടി വലിയവൻ. We worship you, Lord. എന്റെ ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ പറയുന്നതിൽ ഒരു ആരാധനയുണ്ട്. ഹല്ലേലൂയ. അതൊന്ന് ഡിക്ലെയർ ചെയ്തേ. എല്ലാ സാഹചര്യങ്ങൾക്കും മീതെ വലിയ ദൈവം വചനത്തിലൂടെ അറിഞ്ഞവർ, ഈ ദിനങ്ങളിൽ അതിൽ നിലനിൽക്കുന്നവർ ആരാധിച്ചേ. Children, next is New Testament. We will begin with Matthew and we will see Jesus in every book. Hallelujah. Join with me. മത്തായി യേശുവിൻ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു. രാജകീയ സന്തതി
എന്റെ യേശു വലിയവൻ. മർക്കോസിലേശുവിൻ താഴ്മയുടെ മുഖം കണ്ടു, സൗമ്യനായവൻ എന്റെ യേശു വലിയവൻ. കരം തട്ടി കേട്ട്. ലൂക്കോസിൽ അവനിത മനുഷ്യപുത്രൻ, യോഹന്നാനിൽ അവനേക ദൈവപുത്രൻ, അപ്പസ്തോല പ്രവൃത്തിയിൽ ജീവിക്കുന്നവൻ, റോമറിൽ എന്നെ നീതീകരിക്കുന്നവൻ. എന്റെ യേശു വലിയവൻ. ഹല്ലേലൂയ. എന്റെ യേശു വലിയവൻ. ഹല്ലേലൂയ. Jesus is greater than all. The name above all names. You will see that in epistles. കൊരിന്ത്യ ലേഖനം നോക്കിക്കേ. കൊരിന്ത്യ ലേഖനത്തിൽ എന്റെ അടിസ്ഥാനം പണിയുന്നവൻ, ഗലാത്യ ലേഖനത്തിൽ എന്നെ സ്വതന്ത്രമാക്കുന്നവൻ, എഫെസ്യ ലേഖനത്തിൽ സഭയുടെ തലയായി, ഫിലിപ്പ്യ ലേഖനത്തിൽ അവൻ നല്ല മാതൃക, കൊലോസ്യരിൽ ജയോത്സവം നൽകുന്നവൻ, തെസ്സലോനിയരിൽ വീണ്ടും വരുന്നവൻ, തിമോത്തിയോസിൽ നല്ലിടയൻ, തീത്തോസിൽ ഉപദേശകൻ, ഫിലോമോനിൽ എന്റെ സഹോദരൻ, എബ്രായരിൽ വിശ്വാസനായകൻ, യാക്കോബിൽ സൗഖ്യദായകൻ, പത്രോസിൽ തേജസ്സിൽ വരുന്നവൻ, യോഹന്നാനിൽ ദൈവം സ്നേഹമത്രേ, യൂദായിൽ എന്നെ നിർത്തുന്നവൻ, വെളിപ്പാടിൽ അവൻ ആൽഫ ഒമേഗ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, കുഞ്ഞാട് നീ യോഗ്യൻ, യേശുവേ നീ വലിയവൻ, കുഞ്ഞാട് നീ യോഗ്യൻ, നീ യോഗ്യൻ, യേശുവേ. Every youngsters, lift your hand and worship the Lamb of God. വചനം അറിയാവുന്ന എല്ലാവരും കരമുയർത്തിക്കേ. യേശു വലിയവൻ. ഹല്ലേലൂയ. എന്റെ യേശു വലിയവൻ, എന്റെ യേശു വലിയവൻ. പറഞ്ഞേ, അധരം തുറന്ന് പറഞ്ഞേ. ഓ എന്റെ യേശു വലിയവൻ, എന്റെ യേശു. Yes, we worship you, Jesus. ഈ ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളുടെ അങ്ങയുടെ മുമ്പാകെ വണങ്ങുന്നു. Lamb of God, you are worthy. കുഞ്ഞാടെ അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മുടെ തല വലുതാവാറുണ്ട്. അതൊരല്പം അപകടമാണ് കേട്ടോ. വചനം പഠിക്കും തോറും ഹൃദയം വലുതായി, നമ്മിലെ യേശു വലുതായാൽ രക്ഷപ്പെട്ടു കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവിടെ ആരാധനയുണ്ട്, അങ്ങനെയെങ്കിൽ അവിടെ ദൈവശക്തിയുണ്ട്. വചനം അനുഷ്ഠിക്കുന്നവനും ശക്തിയുള്ളവനായിത്തീരും. എൻ്റെ മകനെ, നീ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വചനത്തിൽ അവിടുന്ന് നമ്മളെ ശക്തീകരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. കുഞ്ഞുങ്ങളെ, നമ്മെ ശക്തരാക്കുവാൻ നമ്മിൽ പകരപ്പെട്ട ഉയരത്തിലെ ശക്തിക്കായി നമുക്ക് നന്ദി പറയാം. യെസ്, നാം ആയിരിക്കുന്നത് ഈ മൺകൂടാരത്തിലാണ്. വി ആർ സോ ഫ്രജൈൽ. യെസ്, all these situations prove that our strength is so weak and we are so fragile. But remember that in our earthen vessels we have this greatest treasure within us, that is the power from on high. ഉയരത്തിൽ നിന്നുള്ള ശക്തിയാൽ അവിടെ നമ്മളെ നിറച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. പല സാഹചര്യങ്ങളിൽ നമ്മൾ ഇടുങ്ങിയിരിക്കുന്നു, പല സാഹചര്യങ്ങളിലും നമ്മൾ വീക്കാണ്. ഹല്ലേലൂയ. പക്ഷെ കേട്ടെ, 2 Corinthians chapter 4 verse 7, it's written, but we have this treasure in earthen vessels so that the surpassing greatness of the power. ഓ, ആ വാക്ക് കേട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ,
You have the surpassing greatness of power. എൻ്റെ മകനെ നീ ശക്തിപ്പെടാൻ പറഞ്ഞത് ഒരല്പശക്തിക്ക് വേണ്ടിയിട്ടല്ല. ഇന്ന് പകൽക്കാലം നിന്നെ നിറയ്ക്കുന്നത് അത്യന്ത ശക്തിയാലാണ്. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ശക്തിയാലാണ്. ഹല്ലേലൂയ. സകല വീക്ക്നെസ്സിനെയും ഓവർകം ചെയ്യുവാൻ, സകല രോഗക്കിടക്കയെ മാറ്റിവിരിക്കുവാൻ, ഇന്ന് രാത്രിയിൽ സകല നിരാശയുടെ ആത്മാവിനെ പുറത്താക്കുന്ന അത്യന്ത ശക്തിയാൽ നിങ്ങളെ ദൈവം നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നറിയുന്നവർ ആ കരങ്ങൾ രണ്ടും ഒന്ന് ചേർത്ത് തട്ടി അല്പസമയം കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. എങ്കിലും ഈ അത്യന്ത ശക്തി ഇന്ന് രാത്രിയിൽ ഈ മൺകൂടാരങ്ങളിൽ പകരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പകരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, ഉയരത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾ ധരിക്കും. യെസ്, ഇന്ന് രാത്രിയിലും ചില കുഞ്ഞുങ്ങൾ അതേ അനുഭവത്തിലേക്ക് നടന്നു കയറട്ടെ. ലെറ്റ് ദ പവർ ഫ്രം ഓൺ ഹൈ വിൽ കം അപ്പോൺ യു. ആൻഡ് ദിസ് സീസൺ യു ആർ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിപ്പെടും. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനേക്കാൾ, നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കാൾ, നിങ്ങളുടെ കൊളീഗ്സിനേക്കാൾ ദ ഡിഫറൻസ് ഇൻ യു ഈസ് യു ആർ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ് ആൻഡ് യു വിൽ ഗെയിൻ ന്യൂ സ്ട്രെങ്ത്. ഇന്ന് രാത്രിയിൽ ആ പ്രോമിസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പകൽക്കാലം ശക്തിയോടെ, ഇന്ന് രാത്രിയിൽ അത് അക്ഷരീകമായി സംഭവിച്ച ഒരിടമുണ്ട്. പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ ക്ഷീണിച്ചിരുന്ന, ഭയന്നിരുന്ന, അറ്റ് ദ സെയിം ടൈം ദേ വർ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. അവരിൽ ഒരു പുതു പ്രതീക്ഷ കൊടുത്ത് കർത്താവ് അവരെ കാത്തിരുത്തി. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ വാതിലൊക്കെ അടഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായി പല കാര്യങ്ങളിലും നിങ്ങൾ അടഞ്ഞിരിക്കുകയാണ്. യങ്സ്റ്റേഴ്സ്, ബട്ട് റിമെമ്പർ ദാറ്റ് ദിസ് ഇസ് ഫോർ എ റീസൺ. And you are here in this meeting, listening to this meeting and all these songs. But let me tell you, for a purpose, to remind you that you are waiting for the power from on high. ഈ ദിവസങ്ങളിലെ കാത്തിരിപ്പെല്ലാം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞ, കർത്താവ്, ഞാൻ ഒന്ന് ആഗ്രഹിക്കുന്നു, എന്നെ നിലനിർത്തുന്ന ഒരു ശക്തി ഉയരത്തിൽ നിന്ന് എന്നിൽ പകരപ്പെടണം. ഹല്ലേലൂയ. എൻ്റെ മകനെ നീ ശക്തിപ്പെടുക. ഈ അവസാന സമയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നു. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പിന്നെ പഴയ പടി ആയിരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഉറപ്പായും വിശ്വസിക്കുന്നു. ചിൽഡ്രൻ, യങ്സ്റ്റേഴ്സ്, when that power come upon you, your life will never be the same. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത ചില ഏരിയകളെ ഓവർകം ചെയ്യുവാൻ ഈ ശക്തി നിങ്ങളെ പ്രാപ്തരാക്കും. ഈ ശക്തി പത്രോസിന്റെ മേൽ വന്നപ്പോൾ അവൻ ആളുകളെ ഫേസ് ചെയ്യാൻ പലപ്പോഴും പേടിയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും ലജ്ജിച്ച് തലകുനിച്ച് യേശു കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ പത്രോസിനെ കർത്താവ് ധൈര്യത്തോടെ എഴുന്നേൽപ്പിച്ച് നിർത്തി. യെസ്, യങ്സ്റ്റേഴ്സ്, ലിസൺ ദിസ്. You may be ashamed, you may be scared to face some situations, but when this power from on high come upon you, that will enable you to stand before multitude. ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തീകരിക്കുന്ന, കഴിഞ്ഞ നാളുകളിൽ അത് അനുഭവിച്ച മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അടങ്ങിയിരിക്കില്ല. ഒരല്പസമയം ആ കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്ക്. എനിക്കറിയാം, സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ ചിലരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ അധരം ഒന്ന് തുറന്നേ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കുമ്പോൾ, ഐ ബിലീവ് ദാറ്റ്സ് ഗോയിങ് ടു ബി എ ചാനൽ ഫോർ ദ പവർ ഓഫ് ഗോഡ് ടു ഫ്ലോ. ദൈവശക്തിക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഒരു ചാനൽ ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേട്ട സകലരുടെ മേലും, കാത്തിരിക്കുന്ന സകലരുടെ മേലും ദൈവശക്തിയാൽ കർത്താവ് നിറയ്ക്കട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അവരിൽ ചിലർ ഓടിപ്പോയവരാണ്, ചിലർ ഭയന്ന് എമ്മവസിലേക്ക് പോയവരാണ്. യെസ്, ഒരു പ്രവാസി എന്ന നിലയിൽ ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ചിലർക്ക് ഇങ്ങനെയുള്ള യാത്രകൾ പരിചിതമാണ്. നാട്ടിലേക്ക് തനവുരിച്ച് മടങ്ങി വരുമോ എന്ന് ഓർക്കേണ്ടി വരുന്ന, എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ചിലർ കടന്നു പോകുന്നുണ്ട്. യെസ്, അതുപോലെ നടന്നുപോയ 2 പേർക്ക് സംഭവിച്ച എന്താണെന്നറിയാമോ? കർത്താവ് അവരുടെ കൂടെ നടന്നു, അവരെ പിടിച്ച് മാളിക മുറിയിൽ കൊണ്ടിരുത്തി. ഇന്ന് രാത്രിയിൽ ആ വചനം വായിച്ചില്ലേ? ഉയരത്തിൽ നിന്നുള്ള ശക്തി അവരുടെ മേൽ പകരപ്പെട്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഭയം നോടിയ ചിലരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു. തല കുനിക്കേണ്ടി വരുമോ എന്ന് ഓർക്കുന്ന ബ്രദർ, ഇന്ന് രാത്രി ദൈവശക്തിയെ പ്രാപിക്കുക. കണ്ണുകളൊക്കെ ഒന്ന് മൂടിക്ക്. ഈ ഫോണൊന്ന് മറന്നേ. ഇതുവരെ ഇതൊരു സാധാരണ മീറ്റിംഗ് ആയിരുന്നു, പക്ഷെ ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നു ചിലരെ രൂപാന്തരപ്പെടുത്തുന്ന, ഈ ഇരുട്ടിനെ മാറ്റിക്കളയുന്ന, ചില ശരീരങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന നിരാശയുടെ ആത്മാവിനെ, ഇൻസ്റ്റെഡ് ഓഫ് ദ മാന്റിൽ, ദ സാക്ക്ലോത്ത് ഓഫ് ഡിപ്രഷൻ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഗിവിംഗ് യു എ മാന്റിൽ ഓഫ് പ്രൈസ്. എന്ന് അധരം ഒന്ന് തുറന്നേ.
നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. ആത്മാഭിഷേകം പ്രാപിച്ചിട്ടും ഇന്ന് ഈ ചില ദിവസങ്ങളായി ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ട് പ്രാർത്ഥന കുറഞ്ഞ, ആരാധന കുറഞ്ഞ ആരൊക്കെയോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്റെ അന്യഭാഷ നിർത്തല്ല, നിന്റെ ആരാധന ലിമിറ്റ് ചെയ്യല്ല. ഇപ്പോൾ അധരമെല്ലാം ഒന്ന് തുറന്നേ, കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവർ അന്ന് കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മശക്തി വന്നു പതിഞ്ഞു. അവരുടെ ശരീരം കൊണ്ടത് അറിഞ്ഞു, അവർ ഒരു മുഴക്കം കേട്ടു, അവരുടെ കാതുകൊണ്ട് അത് അറിഞ്ഞു, അഗ്നിജ്വാല പോലെ അവർക്ക് പ്രത്യക്ഷമായി, അവരുടെ കണ്ണുകൊണ്ട് അറിഞ്ഞു. യെസ്, സകല സെൻസസിനെയും കൺവിൻസ് ചെയ്യുന്ന പോലെ. ചിൽഡ്രൻ, ലിസൺ ദിസ്. You may have seen the power of God working in your parents, but still you may be doubtful. Is this real or what? But let me tell you this. When the power from on high come upon you, that will convince you from deep within. Yes, on the day of Pentecost, that power came upon them and it really convinced them. അതാ വചനത്തിന്റെ അർത്ഥം. അവർ കണ്ണുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു, അവരുടെ ശരീരത്തിൽ പതിഞ്ഞു. ഇന്ന് രാത്രിയിൽ ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. I pray for some youngsters, for some young children. Let this season you may have a special encounter with Holy Spirit. പരിശുദ്ധാത്മ ശക്തിയുമായി നിറയപ്പെട്ടവരായി, ആളുമാറിയവരെ പോലെ. യെസ്, ചില കുഞ്ഞുങ്ങൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ മാതാപിതാക്കളും അഭിഷക്തരും, ഒരല്പസമയം ഈ ചർച്ചിനെ സ്നേഹിക്കുന്ന, ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് തുറന്നേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇത് ദുഷ്കാലമാണ് കേട്ടോ. ഇത് ഇവിടെ പിടിച്ചു നിൽക്കുവാൻ സാധാരണ ശക്തി പോരാ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. Put on the full armor of God so that you will be able to stand firm against the schemes of the devil. There are a lot of schemes working around. The spirit of depression is working around. The spirit of negative thinking is working around. For a moment you may think that you're all alone and you're isolated. But believe that with this strength you can overcome. You can overcome. Yes. The spirit of lust is working around. Many a times you decided that you will never go back to your old self. But with your strength you may find yourself weak. പക്ഷെ ഞാൻ പറയുന്നു, സൈന്യത്തിന് കഴിയാത്തത്, ശക്തിക്ക് കഴിയാത്തത്, ഡിസിഷൻ കൊണ്ട് കഴിയാത്തത്, കൗൺസിലിംഗ് കൊണ്ട് കഴിയാത്തത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്ന മാതാപിതാക്കളെല്ലാം ഒരു നിമിഷം കണ്ണുകളെ മൂടിക്കേ. ഞാനതൊരു പ്രാർത്ഥനയോടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പാട്ടുകൂടെ കർത്താവ് അനുവദിച്ചാൽ പാടും. യെസ്, നമ്മളിത് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ബട്ട് ഐ ബിലീവ് a spirit of the Lord is convincing me to pray for all the youngsters over here, all the children over here. ഒന്ന് കണ്ണുകളെ മൂടാമോ? യെസ്, ഐ സീ some of your faces. യെസ്, കുറച്ച് കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. even if you are not able to switch on your videos, that's okay. Do one thing. If you are sitting with your parents, അപ്പയുടെ അമ്മയുടെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ണുകളെ മൂടിക്കേ. യെസ്, യെസ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇപ്പോൾ അപ്പയോടും അമ്മയോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെ അടുത്തിരിക്കുന്ന നിങ്ങളുടെ മോളുടെ, നിങ്ങളുടെ മോൻ്റെ തലയിലേക്കൊന്ന് കൈവെക്കാമോ? ഫിസിക്കലി വേറെ ആർക്കും ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. യെസ്, യെസ്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് അരികിലില്ലെങ്കിൽ, മേ ബി ഇൻ എ ഡിസ്റ്റന്റ് പ്ലേസ്, അവർക്ക് വേണ്ടി നിങ്ങളുടെ ആ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. മടിക്കല്ല, അപ്പയും അമ്മയും ലജ്ജിക്കല്ല കേട്ടോ. ഒന്ന് എഴുന്നേറ്റാണെങ്കിൽ അങ്ങനെ അടുത്ത് എന്ന കുഞ്ഞുങ്ങളുടെ കയ്യിലെ തലയിലേക്ക്, ശരീരത്തിലേക്കൊന്ന് കൈവച്ചേ. ഇപ്പോൾ തന്നെ നസ്രന യേശുവിൻ നാമത്തിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ, Father Lord, bless these children. Take away all the bondages and every limiting, every oppression, every distress. Dear child, be strong in the grace of Lord Jesus Christ. കുഞ്ഞേ, നീ യേശു കർത്താവിന്റെ കൃപയിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ let them be victorious.
Let them be victorious. പിശാച് കരുതുന്നുണ്ട് ചില സമയത്ത് അവരെ പിടിച്ചെടുക്കാമെന്ന്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പിശാചിന്റെ സകല കെണികളെയും സകല വലകളെയും പൊട്ടിച്ച് ശക്തരായി ഈ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. Apply the blood of Jesus. യേശുവിന്റെ രക്തം അടയാളമിടുന്നു. ഹല്ലേലൂയ. There is power in the name of Jesus. യേശുവിന്റെ നാമം ഞങ്ങൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നു. ഹല്ലേലൂയ. Hallelujah. Every spirit of addiction, യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ഔട്ട്. ഈ കുഞ്ഞുങ്ങൾ ശക്തിപ്പെടട്ടെ. ചിലർ മാനപാത്രങ്ങളായി തീരട്ടെ. അതേ അധ്യായത്തിൽ തിമോത്തിയോസിനോട് പറയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങൾ ഒരു vessel of honor ആയി തീരട്ടെ. Let them be a vessel of honor. കർത്താവേ, ഈ സമയം മാതാപിതാക്കൾ അടിയൻ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. For your ministry, for your mission, we dedicate them. Every spiritual gift within them, every spiritual talents within them, use them mightily for their kingdom. അതൊന്നും ഈ മണ്ണി കുഴിച്ചിടാൻ ഇടവരല്ലേ. കർത്താവേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട്, ദൂരദേശത്തായതുകൊണ്ട് എൻ്റെ മോക്ക് വളരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ കുഞ്ഞിന് പുറത്തു വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരു പേരന്റ് പറയാൻ ഇടവരല്ലേ കർത്താവേ. അവർ ആത്മശക്തിയോടെ, അവരെ കർത്താവേ വരുന്ന ദിനങ്ങളിൽ ശക്തിയോടെ നിന്റെ മക്കളെ പുറത്തു കൊണ്ടുവരണമേ. അവരുടെ ടാലന്റിലൂടെ ലോകം അവരെ അറിയട്ടെ. അവർ കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരട്ടെ. Let this be a special day in their life. Bless them with a prayer life and help them to invest their time in the word of God. I also pray for every parents, every listeners over here, especially if you are going through a season of pain. Father Lord, I pray for healing and strength. അവരെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ക്ഷീണിച്ചിരുന്ന അവിടുത്തെ അവകാശത്തെ അവിടുന്ന് തണുപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുക സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. തളർന്ന കൈകളെ അങ്ങ് ബലപ്പെടുത്തിയിരിക്കുക സ്തോത്രം. കുഴഞ്ഞുപോയ ചില മുഴങ്കാലുകളെ ഇന്ന് രാത്രിയിൽ അങ്ങ് ഉറപ്പിച്ചിരിക്കുക സ്തോത്രം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുക എന്ന് കൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യെസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം ഞങ്ങൾ ഒരുമിച്ച് റിസീവ് ചെയ്യുന്നു. മുമ്പോട്ടുള്ള യാത്രയിൽ ധൈര്യമായി പോകുവാൻ കൃപ തന്നാട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു. സമയം അനുവദിക്കുന്നെങ്കിൽ കർത്താവ് തന്ന ഒരു പാട്ട് കൂടെ ഞാൻ പാടാം. യെസ്, ഹല്ലേലൂയ. താങ്ക് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ സാഹചര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കി കർത്താവിൻ്റെ കൃപ നമ്മളെ ശക്തീകരിക്കും. യെസ്, ശക്തീകരിക്കുക മാത്രമല്ല കേട്ടോ, അത് നമ്മളെ ഇരുത്താൻ വേണ്ടി ശക്തീകരിക്കുകയല്ല, മുമ്പോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മളെ എഴുന്നേൽപ്പിക്കും. ഇത് യേശുവിൻ കൂടുള്ള യാത്രയാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ. നമ്മുടെ ശക്തിയുടെ ഒക്കെ ഉറവിടം യേശുവാണ് കേട്ടോ മക്കളെ. യു ജസ്റ്റ് നീഡ് ടു ഡു വൺ തിങ്, അബൈഡ് ഇൻ ഹിം, സ്റ്റേ ക്ലോസ് ടു ഹിം. യെസ്, ദർ ഇസ് നോ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഒട്ടും മാറിയിരിക്കല്ലേ കേട്ടോ. ഹല്ലേലൂയ. ചേർന്നിരുന്നോ, ചേരുന്തോറും അത് ശക്തിയാ. ഹല്ലേലൂയ. ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ല. കർത്താവ് അങ്ങനെ ഒരു വരി കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സമയം പാടാം. ഹല്ലേലൂയ. അപ്പയുടെ കൂടെ യാത്ര ചെയ്യുന്ന പോലെ ഒരു ചിത്രം നിങ്ങൾ ഈ വരികൾ കേൾക്കുമ്പോൾ കാണണം കേട്ടോ. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം കൊണ്ട് ഈ ഉലകിൽ, ഈ മരുഭൂമിയിൽ അവിടുന്ന് നമ്മെ നടത്തും. എവിടെ വരെയാണെന്നറിയാമോ? വീട്ടിലെത്തുന്നവരെ, അക്കരെ വരെ. അഭാഗ്യകരമായ പ്രത്യാശയുള്ള എല്ലാവരും കരമൊന്നുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ധ്യാനിച്ച് യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല,
മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചൂടുമതി. യേശുവന്റെ കൂടെ മതി അപ്പാ, അന്ത്യം വരെ ആ ചൂടുമതി. യേശുവന്റെ കൂടെ മതി. ഹല്ലേലൂയ. ഇരുളേറുമ്പോൾ വഴി ഏതാണെന്ന് അറിയാതിരിക്കുമ്പോൾ ഒന്ന് നമുക്കറിയാം, കൈപിടിച്ചവൻ കൂടെയുണ്ട്. ഇരുളേറും രാത്രി വഴിയേതെന്നറിയിൽ, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട്. ഉറപ്പുള്ളവൻ. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട്. കാവൽ പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഈ മഹാവ്യാധിയും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. അനുഭവമുള്ളവർ യേശുവിൻ കൂടുള്ള യാത്ര. ഹല്ലേലൂയ. അപ്പാ, അവിടുത്തെ ബലം പകർന്നാണ്, ശക്തി പകർന്നാണ്, പുതുബലത്തോടെ യാത്ര ചെയ്യട്ടെ. ഓരോ ദിവസവും അത്ഭുതമായി. ഓ ജീസസ്. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവം. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശുവന്റെ പാലം, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശുവന്റെ പാലം, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ അപ്പാ, നിത്യതയോളം നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ല. അനുഭവമുള്ളവർ പാടിക്കും. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. അൻപേറുന്ന കൈകളാ അത്ഭുതമായി നടത്തി, മാധുര്യമേറും മൊഴികൾ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല. ഓ, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചൂടുമതി. താങ്ക് യു അപ്പാ. യേശുവന്റെ കൂടെ മതി, അന്ത്യം വരെ, അന്ത്യം വരെ ആ ചൂടുമതി. യേശുവന്റെ കൂടെ മതി. പറഞ്ഞേ അപ്പാ, അന്ത്യം വരെ ആ ചൂടുമതി. യേശുവന്റെ കൂടെ മതി. ഹല്ലേലൂയ. ആ വളരെ പ്രത്യാശയോടെ, ആ പ്രത്യാശയിലുള്ള ധൈര്യത്തോടെ, ക്രിസ്തുവേശുവിലുള്ള ശക്തിയിൽ, കൃപയിൽ നമുക്ക് ശക്തിപ്പെടാം.
മുമ്പോട്ട് യാത്ര ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ടൈം ആൻഡ് ഓപ്പർച്യൂണിറ്റി. And especially I thank all the leaders. God bless you. Amen. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. കേട്ട വചനങ്ങൾ, കേട്ട ഗാന ശകലങ്ങൾ, സ്തോത്രം, കേട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തിയായി പരിണമിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ 1.25 മണിക്കൂർ സമയം, സ്തോത്രം, പ്രിയ ഡോക്ടർ ബ്ലസൻ മേമന നമ്മോടൊപ്പം ഹല്ലേലൂയ ചെലവിടുവാൻ തക്കോണം, നമ്മോടൊപ്പം കൂട്ടായ്മ കാണിക്കുവാൻ തക്കോണം. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമുക്ക് ശ്രവിപ്പാൻ തക്കോണം. ഹല്ലേലൂയ, കർത്താവ് കൃപ നൽകി. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കേട്ട വചനങ്ങൾ, നമ്മൾ കേട്ട ഗാനശകലങ്ങൾ നമ്മുടെ ഉള്ളിൽ ശക്തിയായി പരിണമിക്കട്ടെ. ഒരു പ്രത്യേക ശക്തി ഈ ദിവസങ്ങൾ നമ്മൾ ഏറ്റെടുക്കട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അത്യന്തമായ ശക്തി നമുക്ക് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. യൗവനക്കാർക്ക് ആവശ്യമാണ്. മാതാപിതാക്കൾക്ക് ആവശ്യമാണ്. പ്രിയ ദൈവജനമേ, സ്തോത്രം. ആ ശക്തി നമ്മൾ ഏൽക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മോടൊപ്പമുണ്ട്. ദൈവം നമ്മൾ ഒരു നാളും കൈവിടത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. ദൈവം നമ്മൾ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. സ്തോത്രം. ഇത്രത്തോളം സമയം ഞങ്ങളോട് ചെലവിട്ട ഡോക്ടർ ബ്ലസൻ മേമനയ്ക്ക് YPയുടെ പേരിലും ചർച്ചിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം ഗാനങ്ങൾ ഇനിയും രചിപ്പാൻ, ഇനിയും സംഗീതം നൽകുവാൻ, ഇനിയും അത് പാടുവാൻ ഉള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ, തലമുറയ്ക്ക് വേണ്ടുന്ന രീതിയിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ, ആ വചന സത്യങ്ങൾ സംഗീതത്തിലൂടെ പറഞ്ഞു കൊടുക്കുവാൻ തക്കോണം ദൈവദാസനെ വീണ്ടും ബലപ്പെടുത്തേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ചർച്ചിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, സ്തോത്രം, ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവദാസനെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഡോക്ടർ സജു അങ്കിൾ പ്രാർത്ഥിക്കും. സ്തോത്രം. പാസ്റ്റർ പിന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും. സജു അങ്കിൾ, പ്ലീസ് പ്രേ. സ്വർഗസ്നേഹങ്ങളെ നല്ല ദൈവമേ, ഈ രാത്രി കാലത്തിനായിട്ട് വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, IP മീറ്റിംഗ് ആയിട്ട് നിന്റെ സന്നിധിയിൽ എടുത്തു വരുവാൻ അടിയങ്ങൾക്ക് സഭയായിട്ട് ഇടയാക്കിയതിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഡോക്ടർ ബ്ലസൻ മേമനയുമായിട്ട് ഇന്ന് രാത്രി സമയം നിന്റെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ചെലവഴിപ്പാൻ ഇടയാക്കിയല്ലോ. നിന്റെ ദാസന്റെ കർത്താവെ ഗാനങ്ങൾ ശ്രവിപ്പാനും അതിലെ അനുഭവങ്ങൾ അടിയങ്ങൾക്ക് പങ്കിടുവാനും കർത്താവെ നീ ഒരുക്കിയ നല്ല സമയത്തിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു. ഇതിലുപരി കർത്താവെ, നിന്റെ വചനം അടിയങ്ങൾക്ക് കേൾക്കുവാൻ, അത് അടിയങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമാക്കി തീരുവാൻ ദൈവം നീ സഹായിച്ചതിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു. വീണ്ടും നിന്റെ കരങ്ങളിലേക്ക് നിന്റെ ദാസനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും അടിയങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ദാനം ചെയ്യണം. നിന്റെ കരങ്ങളിലെടുത്ത് നിന്റെ മകനെ വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയങ്ങൾ കേട്ട വചനം അടിയങ്ങൾക്ക് ന്യായവിധിക്ക് യോഗ്യമായി തീരാതെ അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിയിൽ കൊണ്ടുവരുവാൻ ദൈവം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി സമയം സഭയായിട്ട് അടിയങ്ങളെ സമർപ്പിക്കുന്നു. കർത്തദാസിനെ കുടുംബമായിട്ട് സമർപ്പിക്കുന്നു. YP ടീമിനെ കുടുംബമായിട്ട് എല്ലാവരെയും സമർപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അടിയങ്ങളെ ബാച്ചിലേഴ്സ്, അടിയങ്ങളെ പ്രിയപ്പെട്ട ചാർച്ചക്കാരെ, ദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഈ സമയത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന അടിയങ്ങളുടെ വിശുദ്ധ ആരാധനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും നിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ വീണ്ടും അടിയങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം തന്ന് ഒരു മനസ്സോടെ ഏക ആത്മാവിൽ നിന്നെ സ്തുതിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. എല്ലാ കാര്യങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, ഉത്തരം നൽകിയിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വീണ്ടും നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് കർത്താവ് നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം. അതുപോലെ ഇന്ന് നമുക്ക് മനോഹരമായ ഗാനങ്ങൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഡോക്ടർ ബ്ലസൻ മേമനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതിലും പ്രധാനമായ ഒരു വിഷയം, കേരളക്കരയെ ഓർത്ത് പ്രത്യേകം ദൈവസന്നിധിയെ പ്രാർത്ഥിക്കണം. കേരളക്കരയെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരിക്കുന്നു. കർത്താവ് കൊച്ചു കേരളത്തെ സംരക്ഷിക്കേണ്ടതിനായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഓർത്ത് നാളത്തെ വിശുദ്ധ ആരാധന ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശു കർത്താവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരുടെ ഇന്ന് മുതൽ എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു മൂലം ജയം വെച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേക ഡോക്ടർ ബ്ലസ് മേമൻ അവരോടും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്തോത്രം.